പള്ളിപ്പുറം ALP സ്കൂൾ ശതാബ്ദി ആഘോഷിക്കുന്നു എന്നറിഞ്ഞപ്പോൾ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് ഞാനായിരിക്കും. കാരണം ഞാൻ ആദ്യാക്ഷരങ്ങൾ എഴുതി പഠിച്ചതും എന്നിലെ കലാപരമായ സിദ്ധികളെ നട്ടുനനച്ച് വളർത്തിയതും ഈ വിദ്യാലയത്തിൽ വെച്ചാണ്, ഈ സരസ്വതി ക്ഷേത്രത്തിൽ വെച്ച്. ഈ ആഘോഷങ്ങളോടനുബന്ധിച്ച് പൂർവ്വ വിദ്യാർത്ഥികൾ 100-നിപ്പുറം എന്നൊരു ഡോക്യുമെൻ്ററി തയ്യാറാക്കുന്നു എന്നറിഞ്ഞു. വളരെ സന്തോഷമുണ്ട്. പൂർവ്വ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും വിദ്യാലയത്തിൻ്റെ മാനേജ്മെൻറ്റിനും എൻ്റെ ഹൃദയംഗമമായ അഭിനന്ദനങ്ങൾ ഞാൻ അറിയിക്കുന്നു. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ, എൻ കരളിൽ കുടിയിരിക്കണമേ. എന്റെ പാദം ഇടറാതിരിക്കുവാൻ എന്നും എന്നിൽ കൃപ ചൊരിയണമേ. പൂവിലൂറുന്ന പുഞ്ചിരി നീയല്ലോ, പുസ്തകം തരും ജ്ഞാനവും നീയല്ലോ. പുല്ലുമാടവും പൂമണി മേടയും തുല്യമായി തരും ശക്തിയും നീയല്ലോ. നല്ല ബുദ്ധിയായി എൻ്റെ മനസ്സിലും നല്ല വാണിയായി നാവിൻ്റെ തുമ്പിലും നല്ല ചെയ്തിയായി എൻ പിഞ്ചു കയ്യിലും നന്മയായി നീ നിറഞ്ഞിരിക്കണമേ. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ, എൻ കരളിൽ കുടിയിരിക്കണമേ. എന്റെ പാദം ഇടറാതിരിക്കുവാൻ എന്നും എന്നിൽ കൃപ ചൊരിയണമേ. എന്നും എന്നിൽ കൃപ ചൊരിയണമേ. ആയിരങ്ങൾക്ക് അറിവിന്റെ ആത്മബലം നൽകി ജീവിതത്തിന്റെ വിവിധ തുറകളിലേക്ക് സധൈര്യം കയറാൻ വഴിയൊരുക്കിയ ഇടം. താമരശ്ശേരി സബ് ജില്ലയിൽ കടവൂർ വില്ലേജിൽ പള്ളിപ്പുറം അംശം പള്ളിപ്പുറം ദേശത്ത് ALP സ്കൂൾ പള്ളിപ്പുറം സ്ഥിതി ചെയ്യുന്നു. ഇന്നത്തെ അവസ്ഥയിലല്ല, വെറും ഒരു ഓലഷെഡ് മാത്രമായിരുന്നു ഇവിടെ. അതിൻ്റെതായ ഒരല്പം മുറ്റവും മാത്രം മുൻഭാഗത്ത്. ഈ സ്കൂളിൻ്റെ ഇന്നത്തെ പടിഞ്ഞാറ് ഭാഗത്തുള്ളതോ കിഴക്ക് ഭാഗത്തുള്ളതോ ആയ സ്ഥലങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് ഞങ്ങളെ 1-ാം ക്ലാസ്സിൽ നിന്ന് പറഞ്ഞ് കൊണ്ട് ചേർത്തുമ്പോൾ നിലത്തിരുന്ന് മണലിൽ ഞങ്ങളെ കൊണ്ട് വിരൽ വെച്ച് ഹരിശ്രീ മുഴുവനും അക്ഷരങ്ങൾ 56 പഠിപ്പിച്ചതിന് ശേഷവും 1 മുതൽ 100 വരെയുള്ള അക്കം മേൽപോട്ടും കീഴ്പോട്ടും പഠിച്ചതിന് ശേഷമാണ് ഒരു കൊല്ലം തികയും. ഇതെല്ലാം എന്നെ പഠിപ്പിച്ച് ഗുരുബോധനായ ഇന്നത്തെ പ്രസിദ്ധനായ ഹരിഹര നമ്പീശൻ്റെ അച്ഛൻ ആയിരുന്നു. ആളുടെ പേര് എൻ്റെ ഓർമ്മയിൽ ഹരീപ്പ നമ്പീശൻ എന്നായിരുന്നു. അന്ന് ഞങ്ങളെ നിലത്തെഴുത്ത് പഠിപ്പിച്ചത് മുതൽ പിന്നീട് 1 വർഷം കഴിയുമ്പോൾ ചെറിയ 2 ബെഞ്ചുണ്ട്. ആ 2 ബെഞ്ചിൽ ഇരിക്കാനേ ഞങ്ങൾ കുട്ടികളുള്ളൂ. 12 കുട്ടികളുള്ളതിൽ സ്കൂള് തുറന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ 2 ആൾ കൊഴിഞ്ഞുപോയി. പിന്നെ ഞങ്ങൾ 10 പേര്. പിന്നെ ഓരോ ക്ലാസ് എത്തുമ്പോഴേക്കും അന്ന് 5-ാം ക്ലാസ് വരെ ഉണ്ടായിരുന്നു ഇവിടെ. 5-ാം ക്ലാസ് വരെ ആണെങ്കിലും നല്ല പേരെടുത്ത സ്കൂളായിരുന്നു. നമ്പീശൻ്റെ സ്കൂൾ എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാവർക്കും വളരെ ബഹുമാനപ്പെട്ട ഒരു സ്കൂൾ തന്നെയായിരുന്നു. അപ്പോൾ അന്ന് 5-ാം ക്ലാസ്സിൽ നിന്ന് 6-ാം ക്ലാസ്സിലേക്ക് പോകാൻ 4 ആൺകുട്ടികളും ഞാനൊരു പെൺകുട്ടിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മംഗലത്ത് നാരായണൻ, അയാൾ ചേളാരി യൂണിവേഴ്സിറ്റിയിലെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനാണ്. ഇന്ന് എൻ്റെ ആങ്ങള കേശവൻ ബാംഗ്ലൂരിൽ എയർഫോഴ്സ് ഉദ്യോഗസ്ഥനായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ബൈക്ക് ആക്സിഡൻറ്റിൽ മരിച്ചുപോയി. പിന്നെ വേലായുധൻ തീരെ വയ്യാതെ ഇരിക്കുന്നു.
പിന്നെ വേറെ 2 പേരും കൂടി ഉണ്ട്. അതിൽ 2 ആൾ ജീവിച്ചിരിക്കുന്നില്ല. അങ്ങനെ 5 പേര് മാത്രം ഞങ്ങൾ ജയിച്ചു പോയ പരീക്ഷയിലേക്ക്. പിന്നെ അങ്ങനെ പഠിച്ച് താമരശ്ശേരി സ്കൂളിലൊക്കെ പോയി ഞങ്ങൾ വരുമ്പോഴത്തേക്കും പിന്നീട് സ്കൂളിൻ്റെ കെട്ടിമേച്ചിലിനുള്ള ഓല മടങ്ങി കൊടുത്തിരുന്ന എൻ്റെ അമ്മയാണ്. ഇവിടുന്ന് ഓല എൻ്റെ തലയിലും പെട്ടിക്കയറി പള്ളിപ്പുറം സ്കൂളിൻ്റെ മുറ്റത്ത് കൊണ്ടിരുന്നു. 5 മടൽ ഓല എടുക്കാനേ എനിക്ക് വയ്ക്കൂ. അതായിരുന്നു അന്നത്തെ സ്കൂളിൻ്റെ കഥ. ഇന്ന് സ്കൂളിൻ്റെ സ്റ്റേജ് നിൽക്കുന്നത് കേൾക്കുമ്പോൾ എഴുവാളക്കുന്നത്ത് അതർമാൻകുട്ടി എന്ന ആളുടെ പേരിൽ ഉണ്ടായിരുന്ന സ്ഥലം അയാളോട് പിന്നെ മാനേജർ മാധവ നമ്പീശൻ വിലയ്ക്ക് വാങ്ങുകയും അതുപോലെ തന്നെ പടിഞ്ഞാറ് ഭാഗത്ത് പുളിയാർച്ചാലിൽ അതർമാൻകുട്ടിയോട് വാങ്ങിയ സ്ഥലത്താണ് ഇന്ന് സ്കൂളിൻ്റെ വെപ്പ് വര, കുട്ടിയുടെ ലാറ്റിൻ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും പടിഞ്ഞാറ് ഇടവഴി വരെ അന്ന് കമ്മീഷൻ വാങ്ങിയതും പിന്നീട് അതിൽ പണിയെടുത്ത് ഇന്നത്തെ നിലയിൽ നിങ്ങൾ കാണുന്ന സ്കൂളാക്കി തീർത്തതും അതിനുശേഷമാണ്. ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് നന്മയുടെ വെളിച്ചം വീശുന്ന നമ്മുടെ വിദ്യാലയം നമ്മുടെ ഗ്രാമത്തിൻ്റെ നിരവധി തലമുറകൾക്ക് അറിവും മൂല്യങ്ങളും പകർന്നു നൽകിയ ഇടം. അമ്മയുടെ മടിത്തട്ടിൽ നിന്ന് അറിവിൻ്റെ അക്ഷരലോകത്തേക്ക് കൈപിടിച്ചുയർത്തിയ കലാലയം. 2001 ജനുവരി മാസമാണ് ഞാൻ സ്കൂളിൽ ചേർന്നത്. ഇന്നേക്ക് 23 വർഷം കഴിഞ്ഞിരിക്കുകയാണ് അധ്യാപകൻ എന്ന നിലയ്ക്ക്. എന്നെ സംബന്ധിച്ചോളം ഇന്ന് എനിക്ക് പള്ളിപ്പുറം സ്കൂൾ അത്രയേറെ പ്രിയപ്പെട്ടതാണ്. ഞാൻ ആ വിദ്യാലയത്തിൽ പഠിച്ചിട്ടില്ല എങ്കിൽ കൂടിയും ആ വിദ്യാലയം ഇന്ന് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സുവർണമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് ഞാൻ ആ വിദ്യാലയത്തിൽ അധ്യാപകനായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പള്ളിപ്പുറം എന്ന് പറയുമ്പോൾ ആ നാടിൻ്റെ സംസ്കാരത്തിൽ കലാപരമായും സാംസ്കാരികപരമായും കായികപരമായിട്ടെല്ലാം തന്നെ വളരെ മുന്നിൽ നിൽക്കുന്ന താമരശ്ശേരിയിലെ പ്രദേശമാണ്. ആ ഒരു മുന്നേറ്റത്തിന് വലിയ ഒരു കാരണമായിട്ടുണ്ടാവും പള്ളിപ്പുറം LP സ്കൂൾ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇന്ന് വളരെ ഭൗതിക സാഹചര്യങ്ങൾ കൊണ്ടും അക്കാദമിക നിലവാരം കൊണ്ടും തന്നെ വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന വിദ്യാലയം അതിൻ്റെ ഏറ്റവും സുവർണ കാലഘട്ടങ്ങളിലൂടെയാണ് പോകുന്നതെന്ന് ഞാൻ അവകാശപ്പെടുകയാണ്. സന്തോഷം. ഈ ഒരു ചരിത്ര മുഹൂർത്തത്തിൽ ഒരു സ്ഥാനം അല്ലെങ്കിൽ ഒരു ആളായിട്ട് എന്നെയും ഉൾപ്പെടുത്തിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതിൻ്റെ അണിയറ പ്രവർത്തകർക്ക് എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. ഒരു ഗ്രാമത്തിന് പുരോഗതിയുടെയും സർഗാത്മകതയുടെയും സംസ്കാരത്തിൻ്റെയും അടിത്തറ പാകാൻ അക്ഷരവെളിച്ചം തെളിയിച്ച ഒരു പൊതുവിദ്യാലയം 100 വർഷങ്ങൾ പിന്നിട്ട് ഇന്ന് ശതാബ്ദി ആഘോഷിക്കുകയാണ്. ഞാൻ ഈ സ്കൂളിൽ വന്നത് 1993 സെപ്റ്റംബർ 27 അന്ന് ഒരു ചെറിയൊരു സ്കൂളായിരുന്നു. ഇവിടെ 2 ബിൽഡിങ്ങുകളായിരുന്നു കാര്യമായിട്ടുണ്ടായിരുന്നത്. 2 ഓടിട്ട ബിൽഡിങ്ങുകളും ഒരു ചെറിയൊരു കഞ്ഞിപ്പുരി മാത്രമുള്ളൊരു സ്കൂളായിരുന്നു അന്ന്. അവിടുന്ന് കുറേ മാറ്റങ്ങൾ, വർഷങ്ങളോളം പല മാറ്റങ്ങളും വന്നിട്ടാണ് ഇന്നിപ്പോൾ ഈ ഒരു സ്ഥിതിയിലേക്ക് സ്കൂൾ എത്തിച്ചേർന്നത്. അന്ന് കുറേ കുട്ടികൾ, വളരെ പ്രിയപ്പെട്ട ഒരുപാട് കുട്ടികൾ ഇവിടെ പഠിച്ച് ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ വന്ന കാലത്തൊക്കെ തന്നെ കുറേ കുട്ടികൾ ഇവിടെ ഉണ്ടായിരുന്നു. പല മേഖലകളിലും പല വിജയങ്ങളിലും എത്തിയ എത്രയോ കുട്ടികൾക്ക് ജന്മം നൽകാൻ ഈ ഒരു സ്കൂളിന് സാധിച്ചു എന്നുള്ളത് വളരെ അഭിമാനം തോന്നുന്ന ഒരു കാര്യം തന്നെയാണ്. ചെറിയ ചെറിയ വളർച്ചയിലൂടെ സ്കൂള് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്കൂളിന് ചെറിയൊരു ഗ്രൗണ്ട് ഉണ്ടായിരുന്നു എന്നുള്ളത് മാത്രമായിരുന്നു അന്നുള്ള ഒരു പ്രധാന കാര്യങ്ങൾ. പിന്നെ ഒരു സ്റ്റേജ് വന്നു, ചെറിയൊരു സ്റ്റേജ്. അങ്ങനെ നമ്മൾ സ്കൂളിൽ ചെറിയ കലാപരിപാടികളൊക്കെ ആയിട്ട് ആരംഭിച്ചു. അതൊക്കെ ഒരുപാട് കലാരംഗത്തുള്ള കുട്ടികൾക്കും വളരെ ഒരു പ്രചോദനമായിട്ട് മാറി എന്നുള്ളത് ആശ്വസിക്കാവുന്ന ഒരു കാര്യമാണ്. ഞാൻ ഈ സ്കൂളിൽ വന്ന സമയത്ത് ഇവിടെ പ്രധാന അധ്യാപികയായിട്ട് വനജ ടീച്ചറായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ അറബിയുടെ മാഷായിട്ട് ഇബ്രാഹിം മാഷ്, തച്ചമ്പേരുള്ള ഇബ്രാഹിം മാഷായിരുന്നു. പിന്നീട് മറ്റധ്യാപകർ കൃഷ്ണകുമാരി ടീച്ചറുണ്ടായിരുന്നു, ഗീത ടീച്ചർ, പ്രകാശൻ മാഷ്, ദിലീപ് മാഷ്, ഇവരൊക്കെയായിരുന്നു അന്ന് ഇവിടെ അധ്യാപകരായിട്ടുണ്ടായിരുന്നത്. അതിൽ ഇപ്പം അവരെല്ലാവരും റിട്ടയർ ചെയ്തു.
ലാസ്റ്റിൽ ഇവിടുന്ന് റിട്ടയർ ചെയ്ത് ദിലീപ് മാഷാണ്. ആ കാലത്ത് സ്കൂളിലുണ്ടായിരുന്ന ഇന്ന് കാണുന്ന ഭൗതിക സാഹചര്യം ഒന്നും തന്നെ ഇല്ലായിരുന്നു. അതിന് ഒരു മെയിൻ ബിൽഡിങ്ങും ഒരു സൈഡിലായി മറ്റൊരു അരച്ചുമരുള്ള ബിൽഡിങ്ങുമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം അത് കാലത്തിൻ്റെ ഒരുപാട് കാലം നമ്മളതുമായിട്ട് സ്കൂളിൽ പഠിച്ചു. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു. അന്നുണ്ടായിരുന്ന അധ്യാപകർ, അന്ന് എൻ്റെ അച്ഛൻ തന്നെയായിരുന്നു പള്ളിപ്പുറം സ്കൂളിലെ ഹെഡ് മാസ്റ്റർ. അതുപോലെ എന്നെ പഠിപ്പിച്ച രത്നമ്മ ടീച്ചർ, ഉണ്ണി മാസ്റ്റർ, കടാറട്ടി മാസ്റ്റർ, ഇബ്രാഹിം മാസ്റ്റർ, എല്ലാവരും ഒരു കുടുംബത്തെ പോലെ കഴിഞ്ഞിരുന്ന സ്കൂളായിരുന്നു. 1987 സ്കൂളിൽ ജോലിക്ക് ചേരുകയും അന്ന് തന്നെ ഈ സ്ഥാപനത്തിൽ ചേർത്തിയത് ഈ സ്ഥാപനത്തിൻ്റെ മാനേജറായിരുന്ന മാധവൻ നമ്പീശൻ എന്ന് പറയുന്നത് എൻ്റെ അമ്മയുടെ അമ്മാവനാണ്. അമ്മാവൻ്റെ നിർബന്ധ പ്രകാരമാണ് ഞാൻ സ്കൂളിൽ ജോലിക്ക് വന്നത് തന്നെ. 1924 ഈ സ്ഥാപനം ആരംഭിക്കുന്നത്. പള്ളിപ്പുറം ദേശത്തെ 100 തലമുറകൾക്ക് നന്മകൾ പകർന്ന് നാടിൻ്റെ ചരിത്രത്തിനൊപ്പം സഞ്ചരിച്ച വിദ്യാലയം. ഒരു വിദ്യാലയത്തിൻ്റെ 100 വർഷത്തെ ചരിത്രം രേഖപ്പെടുത്തുക എന്നത് അതിസാഹസികമായ ഒരു ജോലിയാണ്. അതിനുള്ള ഒരു എളിയ ശ്രമമാണിത്. 1986 മുതലാണ് ഞാൻ പള്ളിപ്പുറം സ്കൂളിൽ 1ാം ക്ലാസ് മുതൽ പഠിക്കുന്നത്. ആ കാലഘട്ടത്തിൽ അധ്യാപകർ എന്ന് പറയാൻ നമുക്ക് വളരെ പേടി സ്വപ്നമാണ്. അന്ന് ഞങ്ങൾ സ്കൂളിലേക്ക് വരുന്ന സമയത്ത് ഗോപാലമാഷിയാണ്, ഇന്നത്തെ സിനിമാ സംവിധായകനായിട്ടുള്ള ഹരിഹരൻ സാറിൻ്റെ നേരെ ജ്യേഷ്ഠനാണ് ഗോപാലമാഷ്. അദ്ദേഹമായിരുന്നു അന്ന് അവിടുത്തെ ഹെഡ് മാസ്റ്റർ ആയിട്ടുണ്ട്. അദ്ദേഹം കുറച്ച് കാലം ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് വരുന്നത് രത്നമ്മ ടീച്ചറാണ്. അപ്പം രത്ന ടീച്ചറെ വളരെ എല്ലാവർക്കും വളരെ ഇഷ്ടമാണ്. ടീച്ചർ എന്നെ ഈ നമ്മുടെ കാവ് പരിസരങ്ങളിൽ നിന്നൊക്കെ വരുന്ന കുട്ടികൾ എന്ന നിലയ്ക്ക് ഞങ്ങൾ സ്കൂളുകൾ ഇൻ്റർവെൽ സമയത്ത് ഈ കോമരം തുള്ള, തിറ കെട്ടുക, ഈ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ഇത് രത്നമ്മ ടീച്ചർ ഇങ്ങനെ നോക്കിക്കാണും. അങ്ങനെ ഇത് കണ്ടിട്ട് ആ വർഷത്തെ സ്കൂൾ കലോത്സവത്തിൽ എന്നെ പ്രച്ഛന്ന വേഷം കോമരം തുള്ളൽ പരിപാടിക്ക് എന്നെ ഉൾപ്പെടുത്തി. അങ്ങനെ അതിൽ ഫസ്റ്റ് കിട്ടി. ആ വർഷത്തെ സബ് ജില്ല കലോത്സവത്തിലും എനിക്ക് ഈ പ്രച്ഛന്ന വേഷത്ത് ഫസ്റ്റ് കിട്ടി. അത് വെച്ചിട്ട് തേറ്റാമ്പുരം ഗ്രാമീണ വായനശാലയിൽ ഉണ്ടായിരുന്ന ശിഖരം ഒരു കയ്യെഴുത്ത് മാസിക ഉണ്ടായിരുന്നു. അന്നത്തെ തേറ്റാമ്പുറത്തെ വിദ്യാസമ്പന്നരായിട്ടുള്ള ചെറുപ്പക്കാർ എല്ലാവരും കൂടി ചേർന്ന് നടന്നൊരു ശിഖരം എഴുത്ത് മാസിക, അതിൽ എന്നെക്കുറിച്ച് പരാമർശിച്ചു. ഇതൊക്കെ വലിയൊരു അനുഭവമാണ്. നാട്ടാശാന്മാരും കുടിപള്ളിക്കൂടവും എഴുത്തച്ഛന്മാരും നിലനിന്നിരുന്ന കാലം. ഭൂരിപക്ഷവും മുസ്ലിം സമുദായക്കാർ താമസിക്കുന്ന തച്ചമ്പൊയിൽ പ്രദേശത്തെ പൗരപ്രമുഖരും മറ്റും ചേർന്ന് അന്നത്തെ കോഴിക്കോട് താലൂക്ക് ബോർഡ് പ്രസിഡന്റായിരുന്ന ശ്രീ വി രാമയ്യരുടെ അടുത്തുപോയി തച്ചമ്പൊയിലിൽ ഒരു മാപ്പിള സ്കൂൾ സ്ഥാപിച്ചു കിട്ടേണ്ട കാര്യത്തെപ്പറ്റി ചർച്ച നടത്തുകയും തൽഫലമായി തച്ചമ്പൊയിലിൽ പള്ളിപ്പുറമില്ലത്ത് ശ്രീ ശങ്കരൻ നമ്പൂതിരിയുടെ സ്ഥലത്ത് ഒരു സ്കൂൾ ആരംഭിക്കുകയും ചെയ്തു. 72 മുതൽ ഞാൻ ചേരുമ്പോൾ തൈക്കണ്ടി മാധവൻ നമ്പീശനായിരുന്നു പ്രധാന അധ്യാപകൻ. അദ്ദേഹം ഒരു അധ്യാപകനായിരുന്നില്ല. അദ്ദേഹം ഒരു എല്ലാത്തിനും എന്തിനും പോന്ന ഒരാളെ വളർത്തിയെടുക്കാനുള്ള ഒരു മെൻറ്റർ കൂടിയായിരുന്നു പ്രിയപ്പെട്ട മാധവൻ മാഷ്. മാധവൻ മാഷത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരുപക്ഷെ എല്ലാ വിദ്യാർത്ഥികൾക്കും ആ ഒരു ഫീല് തന്നെ ആയിരിക്കും ഉണ്ടാകാൻ സാധ്യത. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഒരു കാരണവശാലും മറ്റൊരാളും തന്നെ ഒരു മാധവൻ നമ്പീശനെ വെറുക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാകില്ല. സ്കൂൾ വിദ്യാഭ്യാസത്തിൽ ഓർത്തെടുക്കുന്ന ഒരു കാര്യം, 1 മുതൽ 4ാം ക്ലാസ് വരെ എന്നോടൊപ്പം ക്ലാസ്സിൽ ഉണ്ടായിരുന്ന യമുന, അതേപോലെ തന്നെ ഒരു സത്യനാഥൻ, പിന്നെ സതീശൻ, കോമളവല്ലി, വനജ, അങ്ങനെയുള്ള കുറേ പേരുകൾ ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്.
അവരൊക്കെ തന്നെയും ഒരു വീട്ടിലെ ഒരു കുടുംബത്തിലെ അന്തരീക്ഷം പോലെയാണ് അന്ന് അവിടെ മുന്നോട്ട് പോയത്. 1ാം ക്ലാസ് മുതൽ നമ്മളെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ സഹപാഠികൾ ഞാൻ ഓർത്തെടുക്കുന്നത് ശ്രീധരൻ, അതേപോലെ തന്നെ സതീശൻ, ഒരു സത്യനാഥൻ, കോമളവല്ലി, യമുന, അതേപോലെ തന്നെ വനജയൊക്കെ ഇന്നിപ്പോൾ കളക്ട്രേറ്റിലൊരു പോസ്റ്റിലിരുന്നു കൊണ്ട് കഴിഞ്ഞ വർഷം റിട്ടയർ ചെയ്ത ഒരാളാണ്. അതേപോലെ തന്നെ സത്യനാഥൻ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം അൽസലാമ ഐ ഹോസ്പിറ്റലിൻ്റെ MD ആണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും വളരെ നല്ല രീതിയിൽ ആ ചെറുപ്പകാലത്തിൽ അദ്ദേഹമൊക്കെ നമുക്ക് മലയാളം ക്ലാസ് എടുത്തിരുന്നത് അന്നത്തെ അധ്യാപകനായിരുന്ന സേതുമാധവൻ മാഷാണ്. അപ്പോൾ സേതുമാധവൻ മാഷ് മലയാളം ക്ലാസ് എടുക്കുന്ന സമയത്ത് അതിലെ വിശദീകരണങ്ങൾ, രാമായണവും മഹാഭാരതവും ഒക്കെ നമുക്കന്ന് പറഞ്ഞു തന്നിരുന്നത് ഈ നമ്മളെ സഹപാഠിയായിരുന്ന സത്യനാഥനായിരുന്നു. അപ്പോൾ അദ്ദേഹത്തോട് ആ സേതുമാധവൻ മാഷ് സത്യനാഥനെ വിളിച്ച് മേശയ്ക്ക് മുകളിൽ ഇരുത്തിക്കൊണ്ട് പറയും, ആ രാമായണവും മഹാഭാരതത്തിൻ്റെ കഥകളൊക്കെ പറഞ്ഞു തരാൻ വേണ്ടി അവരെ ഏൽപ്പിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് എപ്പോഴോ ആ സ്കൂളിൽ നിന്നിൻ്റെ 4ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വഴിമാറി പോവുകയും പിന്നീട് വീണ്ടും 10ാം ക്ലാസ്സിൽ ഞങ്ങൾ ഒന്നിച്ച് വീണ്ടും യോജിക്കുകയും ഒക്കെ ഉണ്ടായ സാഹചര്യം ഉണ്ടായിരുന്നു. ഇവിടെ താമരശ്ശേരിയുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ താമരശ്ശേരിയോട് അടുത്ത് നിൽക്കുന്ന ഒരു സ്കൂൾ എന്നുള്ള നിലക്ക് പള്ളിപ്പുറം ALP സ്കൂളിൽ ആ ചെറുപ്പകാലത്തിലെ ഓർമ്മകൾ തീർത്തും വലിയ ഒരു കാൽവെപ്പാണ് എൻ്റെ ജീവിതത്തിലൊക്കെ എനിക്ക് ഉണ്ടാക്കി തന്നിട്ടുള്ളത്. സ്കൂൾ കാര്യത്തിൽ മുന്നിട്ടിറങ്ങി സ്കൂൾ സ്ഥാപിക്കാൻ ശ്രമിച്ച മഹാമനസ്കനായ ശ്രീ ശങ്കരൻ നമ്പൂതിരിയുടെ പ്രവണത മനസ്സിലാക്കി അന്ന് താമരശ്ശേരി സ്കൂളിലെ അധ്യാപകനായിരുന്ന ശ്രീ ഹരിഹര അയ്യരും മറ്റും ശങ്കരൻ നമ്പൂതിരിയെ സമീപിച്ച് ഒരു ഹിന്ദു സ്കൂൾ തുടങ്ങണമെന്ന് അഭ്യർത്ഥിച്ചു. നമ്പൂതിരി ഇവരുടെ അഭ്യർത്ഥന മാനിച്ച് സ്കൂൾ എവിടെ വേണമെന്ന് പലരുമായി ചർച്ച നടത്തി. അന്ന് കൂടുതൽ ഹിന്ദുക്കൾ താമസിച്ചിരുന്ന സ്ഥലമായിരുന്നു പള്ളിപ്പുറത്തിനോട് തൊട്ടടുത്തുള്ള കിടവൂർ. പള്ളിപ്പുറത്തുനിന്ന് താമരശ്ശേരിയിലേക്ക് പോകുന്ന വഴിയിൽ ഒരു സ്ഥലം കണ്ടെത്താനുള്ള ധാരണയായി. ആ പഴയ കെട്ടിടത്തിന്റെ ആ കാലത്ത് നമ്മളൊക്കെ ആ ഒരു ജീവിതാനുഭവങ്ങളിൽ ഒരു വേരുറപ്പിക്കുന്ന ഒരു സമയത്ത് അവിടെ പഠിക്കാൻ കഴിയുമെന്ന് പറയുന്നത് ഒരു വലിയൊരു അനുഭവമായിട്ട് തന്നെയാണ് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് പറയുന്ന സമയത്ത് ഒരു ജയശീലന്റെ ഒരു കവിതാ ശകലമുണ്ട്, നിന്റെ വേരിനെ ശ്രദ്ധിക്കുക എന്ന് പറയും. വേരിന് ബലമുണ്ടെങ്കിൽ നമുക്കെങ്ങനെ പൂക്കാതിരിക്കാൻ കഴിയും? വേരിന് ബലമില്ലെങ്കിൽ നീ ഇപ്പൊ പൂക്കുന്നെങ്കിൽ കൂടി എത്ര കാലം പൂക്കും എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ വേരിറക്കുന്ന ഒരു പ്രായം എന്ന് പറയുന്നത് ആ ഒരു 4 വർഷ കാലഘട്ടത്തിൽ ആ ഒരു സമയത്ത് എന്താ പറയാ, നല്ല ജീവിതാനുഭവങ്ങളോട് കൂടിയിട്ട് നമ്മള് മുന്നോട്ടുള്ള പിന്നീട് നമ്മൾ എത്ര പൂത്തോ, എത്ര വികസിച്ചോ, എത്ര വലുതായോ അതിനൊക്കെ വേറെ ഉറപ്പിച്ച് നിർത്താൻ വേണ്ടി ആ സമയത്തുള്ള ആ പ്രാഥമിക വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ കഴിഞ്ഞു എന്നുള്ളത് ഒരു വലിയ അനുഭവമായിട്ട് തന്നെയാണ് പള്ളിപ്പുറ സ്കൂളിനെ നോക്കിക്കാണാൻ വേണ്ടി സാധിക്കുക. എപ്പോ ആ പള്ളിപ്പുറ സ്കൂളിനെ കുറിച്ച് ഓർത്തെടുക്കേണ്ടി വന്നാലും മധുരമുള്ളതായിട്ടും വളരെ സന്തോഷമുള്ളതായിട്ടുള്ള അനുഭവങ്ങളല്ലാതെ ആ പ്രായത്തിൽ ഒന്നുകൊണ്ടും തന്നെ മറ്റൊരു അനുഭവം ആ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളത്. അത് ഞാൻ ഉൾപ്പെടെയുള്ള എൻ്റെ ആ തലമുറയിലുള്ള എല്ലാ ആളുകൾക്കും അങ്ങനെ തന്നെ ഒരു അനുഭവം ഉള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് നേരത്തെ പറഞ്ഞ പോലെ പിന്നീട് അങ്ങോട്ട് നമ്മൾ എത്ര വലുതാകുമ്പോഴും ഓരോ അടി മുന്നേറുമ്പോഴും ആ കാലഘട്ടത്തിൽ നമുക്കുണ്ടായ ആ ഒരു ഉറപ്പിന്റെ, ആ ബലത്തിന്റെ, ആ കഴിവിന്റെ എല്ലാം ആ ഒരു മുന്നേറ്റം എല്ലാ കാലത്തും നമ്മൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് വളരെ സന്തോഷത്തോടു കൂടി മാത്രമേ ഓർത്തെടുക്കാൻ വേണ്ടി പറ്റുന്നുള്ളത്. അങ്ങനെ ഏഴുകുളത്ത്, കുഞ്ഞിപ്പേരി എന്നിവരുടെ അടുത്തുനിന്ന് പള്ളിപ്പുറം ഇല്ലം വക സ്ഥലം വാങ്ങി താൽക്കാലികമായി ഒരു ഓല ഷെഡുണ്ടാക്കി. അന്നത്തെ നാട്ടാശാനായിരുന്ന കൃഷ്ണൻ പണിക്കരെ മാനേജരും അധ്യാപകരുമായി നിയമിച്ചുകൊണ്ട് ഹിന്ദു എലിമെന്ററി സ്കൂൾ ആരംഭിച്ചു. ഒരു ചെറിയൊരു ഓലപ്പുര നീളത്തിലുള്ളത് ഇപ്പോഴുള്ള ആ സ്കൂളിൻ്റെ അടിവശം തന്നെ. അതിൽ 5 ക്ലാസ്സുകൾ നടക്കുന്നുണ്ടായിരുന്നു. അതിൽ 1ാം ക്ലാസ് ഇടത്തെ ഭാഗത്തും 5ാം ക്ലാസ് വലത്തെ ഭാഗത്തും. അപ്പോൾ ഞാൻ എൻ്റെ
ഇല്ലത്തിൻ്റെ മുന്നിൽ കൂടി സ്കൂളിലേക്ക് സ്ഥിരമായിട്ട് പോകുന്ന ചില കുട്ടികളുടെ കൂടെയാണ് സ്കൂളിൽ പോയത്. അത് അച്ഛൻ്റെ അമ്മേൻ്റെ ഒന്നും വലിയൊരു സമ്മതമൊക്കെ ഇല്ലാണ്ടാണ് അന്ന് പോയത്. അങ്ങനെ സ്കൂൾ ചെന്ന ഉടനെ ആ കുട്ടികൾ ഇരിക്കുന്ന ക്ലാസ്സിൽ ഞാനും പോയിരുന്നു. അത് 1ാം ക്ലാസ് ആയിരുന്നു പോലും. അവിടുത്തെ അന്നത്തെ മാഷ് കണാരുകുട്ടി മാഷാണ്. അദ്ദേഹത്തിനൊക്കെ എത്ര പറഞ്ഞു കഴിഞ്ഞാലും അദ്ദേഹത്തിൻ്റെ ആ കുട്ടികളുള്ള പെരുമാറ്റവും സ്നേഹമൊന്നും മറക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞ് അന്ന് കേളുക്കുട്ടി എന്ന് പറഞ്ഞ ഒരു മാഷായിരുന്നു ഹെഡ് മാഷ് ഉണ്ടായിരുന്നത്. അതിനുശേഷം മാധവൻ നമ്പീശൻ എന്നൊരു മാഷുണ്ടായിരുന്നു. മാധവൻ നമ്പീശൻ്റെ ശേഷം ഉണ്ണി മാഷ്, പിന്നെ ഗോപാലകൃഷ്ണൻ മാഷ്, പിന്നെ കഴിഞ്ഞ ഹെഡ് മാഷായിട്ട് പിരിഞ്ഞ ദിലീപ് മാഷിൻ്റെ അച്ഛനും കുറച്ച് കാലം അവിടെ ഉണ്ടായിരുന്നു. ശങ്കരൻ നമ്പീശൻ മാഷ് കുറച്ച് കാലം അവിടെ ഉണ്ടായിരുന്നു. സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ചെറിയ വീതി കുറഞ്ഞ ബെഞ്ചുകൾ, ആ ബെഞ്ചിനുള്ളിൽ എല്ലാ കുട്ടികളും ഇരിക്കുക, മുന്നിൽ മാഷന്മാരുണ്ടാവും, ഒരു ബോർഡും ഉണ്ടാവും. ആ ബോർഡിൽ കാര്യങ്ങളൊക്കെ പറയും, എല്ലാം എഴുതുകയൊക്കെ ചെയ്യും. ഏതാണ്ട് 1-2 ക്ലാസ്സുകളിലൊക്കെ നമ്മളുടെ സിലബസൊക്കെ ഒന്ന് തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. പറ എന്നൊക്കെ തന്നെയാണ്, 1-2 തന്നെയാണ്. 2 മാഷന്മാരെയാണ് എനിക്ക് പ്രത്യേകിച്ച് ഓർമ്മിച്ച് പറയാനുള്ളത്. ഒന്ന് കണാരുട്ടി മാഷ്, രണ്ടാമത്തേത് മാധവ മാഷ്. എത്ര പറഞ്ഞു കഴിഞ്ഞാൽ മാധവ മാഷെ പറ്റിങ്ങായിട്ട് തീരില്ല, അത്രയധികം പറയാനുണ്ട്. അത്രയും നല്ലൊരു വ്യക്തിത്വത്തിനുടമയായിരുന്നു. മാധവ നമ്പീശനായിരുന്നു അന്ന് സ്കൂളിലെ മാനേജറും സ്കൂളിലെ എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നത്. എല്ലാ കുട്ടികളെയും, ഏത് ക്ലാസ്സിലെ കുട്ടിയാണെങ്കിലും മാധവ നമ്പീശൻ്റെ കൂടെ ആയിരിക്കും എപ്പോഴും ഉണ്ടാവുക. അന്യനാട്ടുകാരിയായിരിക്കുന്ന രത്നമ്മ ടീച്ചർ വരെ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ് താമസിച്ചത്, കുഞ്ഞോത്ത്. എൻ്റെ വീട്ടുകാരും കുഞ്ഞോത്ത് തന്നെയാണ്. അപ്പോൾ അവിടുന്ന് രാവിലെ ടീച്ചറാണ് ഞങ്ങളെല്ലാവരും കൂടി ആട്ടി തെളിച്ച് കൊണ്ടുപോവുക. മഴക്കാലത്തൊക്കെ ആ വയൽ കടത്തിയൊക്കെ കൊണ്ടുപോകുന്നത് ഒരുപാട് ബുദ്ധിമുട്ടുള്ളതായിരുന്നു. പിന്നെ അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ഉദയകുമാർ, പിന്നെ വാടിക്കലുള്ള മുഹമ്മദ്, രവി മാഷ്, പിന്നെ ഒരു ചന്ദ്രൻ, അങ്ങനെയുള്ള കുറേ ആൾക്കാരെയാണ്. പിന്നെ വീടിൻ്റെ അടുത്തുണ്ടായിരുന്നത് സൗമിനി, ഉദയകുമാറിൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ, വയലിലേക്കരയായിട്ടുള്ള. അങ്ങനെ ഒരു ഗാങ്ങായിരുന്നു. അന്ന് ഉള്ള പിടിവലി കൂടും. ഞങ്ങൾ രാവിലെ പോകുമ്പോൾ താക്കോല് കൊണ്ടുപോകേണ്ടത് ഓരോരോ കുട്ടികളെ കയ്യിലാണ് തരിക. അപ്പോൾ തേവള്ളി പോയിട്ട് താക്കോല് വാങ്ങും, എന്നിട്ട് ആ താക്കോലും കൊണ്ട് പോകും. അതൊരു ഗമയായിരുന്നു അന്ന്. താക്കോലും കൊണ്ട് പോകുമ്പോൾ ഉണ്ണിമാഷോ കണവരട്ടി മാഷോ ആരെങ്കിലും കാത്തു നിൽക്കും അവിടെ. അപ്പോൾ അവരാണ് സ്കൂൾ തുറക്കുക. തുറന്നു കഴിഞ്ഞാൽ വൈകുന്നേരം ആ താക്കോല് തിരിച്ചും കൊണ്ടുപോയിട്ട് ഇവിടെ തേവള്ളി ഏൽപ്പിക്കേണ്ടിയിരുന്നു. അത് ഞങ്ങളായിരുന്നു ചെയ്യൽ. ഞാൻ 3ാം ക്ലാസ്സിൽ അവിടെ പഠിക്കുമ്പോഴാണ് ജവഹർലാൽ നെഹ്റു, ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു മരിക്കുന്നത്. അതിന്നും ഓർമ്മിക്കുന്നുണ്ട്. പിറ്റേന്ന് ഒരുപാട് മാതൃഭൂമി പത്രത്തിൽ ഒരുപാട് ഫോട്ടോസൊക്കെ വന്നതൊക്കെ ഓർക്കുന്നു. ആ പത്രം ഇന്നും എൻ്റെ അനിയൻ്റെ കയ്യിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ആ താഴത്തെ സ്കൂള്, അല്ലെ ഇല്ലത്തെ സ്കൂള്, അല്ലെ നമ്പീശന്മാരുടെ സ്കൂൾ, ഇങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങൾ പറഞ്ഞിരുന്നത്. ഇപ്പോഴും എൻ്റെ നാവിൽ അത് തന്നെയാണ് വരുന്നത്. ആ സ്കൂളിൽ പഠിച്ച അന്ന് ആ കാലഘട്ടത്തിൽ പഠിച്ച ആൾക്കാരും പൊയ്യായി പോയിട്ടില്ല. എല്ലാവരും ഓരോരോ സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. ഞാൻ തന്നെ കുറേ കഷ്ടപ്പെടുകയും ചെയ്തെങ്കിലും അവസാനം പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ കയറി സബ് ഇൻസ്പെക്ടറായിട്ട് റിട്ടയർ ചെയ്യാനുള്ള ഭാഗ്യമുണ്ടായി. മലബാർ മദിരാശിയുടെ ഭാഗമായിരുന്ന കാലമായിരുന്നു അത്. കോഴിക്കോട് ഡെപ്യൂട്ടി ഇൻസ്പെക്ടറുടെ കീഴിലായിരുന്നു സ്കൂൾ പ്രവർത്തിച്ചിരുന്നത്. 2 അധ്യാപകർ മാത്രമേ അന്നുണ്ടായിരുന്നുള്ളൂ. സ്കൂളിൽ ആദ്യ വിദ്യാർത്ഥിയായി ചേർന്നത് കുഞ്ഞപ്പൻ നായർ കല്ലങ്ങാപ്പൊയിലായിരുന്നു. 1926 ട്രെയിനർ അധ്യാപകനായ വീരാൻകുട്ടി സ്കൂളിൽ വന്നു. അന്നു മുതലാണ് സ്കൂളിന് അംഗീകാരവും ഗ്രാൻറ്റും ലഭിച്ചു തുടങ്ങിയത്. ഞാൻ 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെ സ്കൂളിൽ പഠിച്ചതാണ്. അന്ന് പഠിക്കുമ്പോൾ 5 വരെ ഉണ്ടായിരുന്നു സ്കൂള്. പിന്നെ 4ാം ക്ലാസ് ആക്കിയത്. 5ാം ക്ലാസ്സിൽ നിന്ന് ഞങ്ങൾ ക്ലാസ്സിലിരുന്ന് പിന്നെ ബെഞ്ചുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നെല്ലിക്ക എറിഞ്ഞ് കളിക്കാറുണ്ട്. അന്ന് ഇപ്പം കഞ്ഞി വയ്ക്കുന്ന പാത്തുമ്മ, പിന്നെ ഒരു സത്യഭാമ, ഒരു കമല, പിന്നെ ഒരു നിർമ്മല. ഈ സ്കൂളിൽ ടീച്ചറായി വന്നിട്ട് 27 വർഷമായി. അന്ന് ഇന്നത്തെ പോലെ ആയിരുന്നില്ല, ഇത്ര യാത്രാ സൗകര്യങ്ങളൊന്നുമില്ല. സ്കൂളിലേക്ക് കുട്ടികളൊക്കെ നടന്നു വരുന്ന അവസ്ഥയിലായിരുന്നു. പിന്നെ ക്ലാസ്സുകളൊക്കെ 2 ഓട് ബിൽഡിങ്ങിലായിരുന്നു അന്ന് ക്ലാസ്സുകൾ പ്രവർത്തിച്ചിരുന്നത്. അതിൽ തന്നെ ക്ലാസ്സുകൾ വേർതിരിക്കാൻ സ്ക്രീനോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഒന്നിച്ചുള്ള ക്ലാസ് മുറികളായിരുന്നു.
പിന്നെ അന്ന് ഞാൻ കൂടാതെ ഒരു 7 ടീച്ചർമാരായിരുന്നു സ്കൂളിൽ ഉണ്ടായിരുന്നത്. ഗീത ടീച്ചർ, കൃഷ്ണ ടീച്ചർ, HM ആയിട്ട് വനജ ടീച്ചറായിരുന്നു. അറബി എടുക്കുന്ന ഇബ്രാഹിം മാസ്റ്റർ, ദിലീപ് മാസ്റ്റർ, ജയപ്രകാശൻ മാസ്റ്റർ, ശ്രീജ ടീച്ചർ, ഇത്രയും ടീച്ചേഴ്സായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. പിന്നെ നമ്മളെ അറബി എടുക്കുന്ന ഇബ്രാഹിം മാഷ് നന്നായി കഥ പറയും. മാഷ് ഉച്ചയ്ക്കൊക്കെ വന്ന് കുറുക്കൻ്റെ കഥയൊക്കെ പറയാൻ തുടങ്ങിയാൽ ബാക്കിയുള്ള ക്ലാസ്സിലെ എല്ലാ കുട്ടികളും മാഷെയാണ് ശ്രദ്ധിച്ചിരിക്കുക. ഞാനാണെങ്കിൽ ആ കുട്ടികൾ എല്ലാം തന്നെ എല്ലാവരെയും മെരുക്കിക്കൊണ്ട് വരയ്ക്കുക ഞാനായിരുന്നു പ്രധാന ആളായിട്ട്. ഇന്നല്ല, ഞാൻ അറബി മാഷാണെങ്കിൽ ബാക്കിയുള്ള മാഷന്മാർ അതേ രീതിയിൽ തന്നെ അവരെല്ലാവരും എന്നെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിരുന്നു. അക്കാലത്ത് ഞാൻ ചേരുമ്പാറ 100 കുട്ടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ ആ ചേർന്നതിന് ശേഷം ഞാനും മാഷന്മാർ കുറേ ക്യാൻവാസ് ചെയ്തതിൻ്റെ പേരിൽ പിന്നെ അങ്ങനെ കയറി 120 ആൾ വരെ 200 വരെ എത്തിയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ 3 മാഷന്മാർ വേറെയും ചേർന്നിട്ടുണ്ട്. ഗീത ടീച്ചർ, പിന്നെ കൃഷ്ണകുമാരി, വനജ ടീച്ചർ എന്നിവരെല്ലാം തന്നെ അവിടെ ചേർന്ന്. ഗോപാലകൃഷ്ണ മാഷായിരുന്നു നമ്മളെ ഗോപാലകൃഷ്ണേട്ടൻ. അപ്പം അതായത് ഇവിടുത്തെ വല്യച്ഛൻ്റെ സ്വന്തം സ്കൂളിലേക്ക് ആദ്യമായിട്ടുള്ള ഒരു അധ്യാപക ജീവിതത്തിലേക്ക് കാലുകുത്തിയ ഒരു വർഷമായിരുന്നു 86. അപ്പം ഞാൻ പോയ വർഷം തന്നെ ക്ലാസ്സിൽ നിറച്ച് കുട്ടികളാണ്. നിറച്ചെന്ന് പറഞ്ഞാൽ ഇന്നത്തെ ആ സാഹചര്യമേ അല്ല. ബെഞ്ചിൽ ഇങ്ങനെ അടുത്തടുത്തടുത്തിരുന്ന്, പിന്നെയോ മറ്റ് ക്ലാസ്സുകളിലുള്ള കുട്ടികളെല്ലാവരെയും കാണാം. ചെറിയൊരു സ്ക്രീന് മാത്രമാണ് ഇടയ്ക്കുള്ളത്. അപ്പം അത്രയും വലിയൊരു ക്ലാസ്സിലേക്കായിരുന്നു എൻ്റെ തുടക്കം തന്നെ. അങ്ങനെ ആ വർഷം അങ്ങനെ കംപ്ലീറ്റ് ആയി. ജൂൺ മുതൽ മാർച്ച് വരെ. പിന്നെ പിറ്റത്തെ വർഷം അന്നത്തെ സിസ്റ്റം എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഏതൊരു ക്ലാസ്സിലാണോ ആദ്യം പോയത്, പിന്നെ അടുത്ത വർഷം ഇപ്പം 4ാം ക്ലാസ്സിലാണെങ്കിൽ പിന്നെ 1ാം ക്ലാസ്സിൽ. അപ്പോൾ 1ാം ക്ലാസ്സിലേക്കും 52-55 കുട്ടികളുമായിട്ടാണ്. അപ്പം എൻ്റെ ക്ലാസ്സിൻ്റെ അതായത് എൻ്റെ ഹാളിൽ 3 ക്ലാസ്സാണ്. അതിൽ അങ്ങേ അറ്റത്ത് രത്നമ്മ ടീച്ചറായിരുന്നു. അപ്പം രത്നമ്മ ടീച്ചർക്ക് എൻ്റെ സൗണ്ട് കുറച്ച് അധികമാണ്. അപ്പം ടീച്ചർ പറയും, ഇത് ലൗഡ് സ്പീക്കർ ആണല്ലോ എന്ന്. അപ്പം അല്ലേ, ഞാൻ ലൗഡ് സ്പീക്കർ അല്ലാണ്ട് പറ്റില്ലല്ലോ, ഇത്രയും കുട്ടികളും ഉണ്ടല്ലോ. എന്നാലും ടീച്ചർ ലൗഡ് സ്പീക്കറാന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് കുറച്ചൊന്ന് സൗണ്ട് കുറച്ചാലോ വിചാരിക്കും. ഞാനെന്നാലും മനഃപൂർവ്വം സൗണ്ട് കുറയ്ക്കും. സൗണ്ട് കുറച്ചാലോ ഇവിടെ സൗണ്ട് കൂടുമല്ലോ. അപ്പം വീണ്ടും ഞാൻ ലൗഡ് സ്പീക്കറായി. അങ്ങനെ കാലം കുറേ മുന്നോട്ട് പോയി. അന്നത്തെ കുട്ടികളൊന്നും ഇപ്പം കണ്ടാൽ തിരിച്ചറിയില്ല. ഇങ്ങോട്ട് കുറച്ച് പേരൊക്കെ അറിയാം. കുറച്ച് പേര് ഇങ്ങോട്ട് വന്നിട്ട് ഗീത ടീച്ചറേ ഞാൻ അനിതാബാണ്, അല്ലെങ്കിൽ വിശാലാണ്, അങ്ങനെയൊക്കെ പറയുമ്പോഴും മാത്രമാണ് അവരെയൊക്കെ ഓർക്കുന്നതും. എന്നാലും കുറേ എല്ലാ കുട്ടികളും നല്ല ആ ഒരു ഇതിലെത്തിയപ്പം വളരെ സന്തോഷമുണ്ട്. അപ്പം ഞാൻ ഓർക്കുകയാണ്, ഈ സ്കൂളിന് ഇപ്പോൾ 100 വയസ്സ് തികഞ്ഞിരിക്കുകയാണ്. 1924 പള്ളിപ്പുറത്തില്ലത്ത് ശങ്കരൻ നമ്പൂതിരി, അതായത് എൻ്റെ മുത്തശ്ശൻ തുടങ്ങി വെച്ച സ്ഥാപനമാണ്. ഞാൻ അന്ന് ഒരു ഓല ഷെഡായിരുന്നു എന്നൊക്കെ പറയുന്നു. ഞാൻ 84 സ്കൂളിൽ ചേർന്നത്. പിന്നെ ഒരു നീണ്ട 34 വർഷം എൻ്റെ ജീവിതം ഈ സ്കൂൾ തന്നെയായിരുന്നു. അന്നത്തെ ഹെഡ് മാഷ് ശങ്കരൻ നമ്പീശൻ, അതായത് ദിലിമാഷിൻ്റെ അച്ഛൻ ആയിരുന്നു. പിന്നെ ഗോപാലകൃഷ്ണ മാഷ്, രത്നമ്മ ടീച്ചർ, ജാനകി ടീച്ചർ, ഇബ്രാഹിം മാഷ്, ഇവരൊക്കെയാണ് എൻ്റെ അന്നത്തെ സഹപ്രവർത്തകരുണ്ടായിരുന്നത്. ഞാൻ അന്ന് ഏറ്റവും ചെറുപ്പമായിരുന്നു. തൈക്കണ്ടി മാധവൻ നമ്പീശൻ എന്ന് പറഞ്ഞാൽ വളരെ ഇല്ലമായിട്ട് അടുപ്പത്തിലുള്ള ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹമാണ് എന്നെ അവിടെ ചേർത്തിയത്. കോഴ്സ് കഴിഞ്ഞ് എത്തുമ്പോഴേക്ക് ഇവിടെ പോസ്റ്റ് ഉണ്ട്, അതുകൊണ്ട് അവിടെ തന്നെ ചേരുകയാണ് ഉണ്ടായത്. അപ്പോൾ എല്ലാം നല്ല ഒരു ഓർമ്മകളാണ്. പിന്നെ കുറേ പുതിയ ടീച്ചേഴ്സിൻ്റെ കൂടെയും വർക്ക് ചെയ്തു. ഒരുപാട് ശിഷ്യഗണങ്ങളുണ്ട്. എനിക്കിപ്പോഴും സ്കൂള് എൻ്റെ ഒരു സ്കൂൾ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. 1930 പള്ളിപ്പുറമില്ലത്ത് ശങ്കരൻ നമ്പൂതിരിയുടെ മേൽനോട്ടത്തിൽ പ്രധാന കെട്ടിടത്തിന്റെ തറക്കല്ലിടൽ നടന്നു. 1931 അന്നത്തെ മറ്റൊരു അധ്യാപകനായിരുന്ന കുഞ്ഞിക്കണ്ണൻ നായരെ സ്കൂൾ മാനേജ്മെന്റ് ഏൽപ്പിച്ച് പണിക്കർ വടകരയിലെ സ്വന്തം തറവാട്ടിലേക്ക് മടങ്ങി. അന്ന് എൻ്റെ നേരെ ജ്യേഷ്ഠൻ രാമൻ നമ്പൂതിരി അവിടെ പഠിക്കുന്ന കാലമാണ്. അപ്പോൾ ജ്യേഷ്ഠൻ്റെ കൂടെ സ്കൂളിൽ ചേർത്തിട്ടൊന്നുമില്ല. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത്
ഏട്ടൻ്റെ കൂടെ അവിടെ പോയിരിക്കും. മാധവ മാഷാണെന്ന് ഹെഡ് മാഷ്. അപ്പോൾ അയാളൊക്കെ കുടുംബപരമായിട്ട് ഞങ്ങളുടെ വലിയ ബഹുമാനമാണ്. ഈ പള്ളിപ്പുറത്ത് ഇല്ലത്തിൻ്റെ വകയാണ് സ്കൂള്. അന്ന് ഇല്ലത്ത് നേരിട്ടാണ് നടത്തുന്നത്. അപ്പം മാധവ മാഷാണ് എൻ്റെ കൈകാര്യകർത്താവ്. പിന്നെ ഏറ്റവും കൗതുകകരമായൊരു കാര്യം, അന്ന് ഈ ബാർലി ടിന്ന് അതിലാണ് പെൻസിൽ കൊണ്ടുവരിക. ഒരു ബാർലി ടിന്നിൽ പെൻസിൽ കൊണ്ടുവരിക. അന്നൊക്കെ പെൻസിൽ വെക്കാനോ അതിനൊക്കെ ഒരു പാത്രം കിട്ടുക. ഇന്ന് ഇൻട്രാൻ ബോക്സിൽ നിന്ന് അനവധി പാത്രങ്ങളും സാധനങ്ങളൊക്കെ ഉണ്ട്. അന്നൊന്നും അങ്ങനെ യാതൊരു സാധനം കാണാനില്ല. ഈ ഒരു ബാർലി ടിന്നിൽ എൻ്റെ ചില കൂട്ടുകാർ പെൻസിൽ കൊണ്ടുവരുന്ന കണ്ടപ്പം അത് കിട്ടാനുള്ള അതിയായ ആകാംക്ഷ അത് ഇപ്പോഴും ഓർമ്മ വരികയാണ്. ഞാൻ അത്രയോട് പറയും അങ്ങനത്തെ ഒരു ടിന്ന് വാങ്ങി തരണമെന്ന്. അന്നൊക്കെ ദാരിദ്ര്യത്തിൻ്റെ മുഖം തന്നെയാണ്. ബാർലിയൊക്കെ വാങ്ങുമ്പോഴാണ് ആ ടിന്ന് ഉണ്ടാവുക. അപ്പോൾ ആ ഒരു ആഗ്രഹം കൂടുതൽ ഒരു ഓല വിട്ട് കെട്ടിയൊരു ജാതി ഇതാണ്. സ്കൂളിൽ നിന്നൊന്നും പറയാൻ പറ്റൂല അന്നത്തെ നിലയിലൊക്കെ അങ്ങനെയാണ്. പിന്നെ അപ്പോഴാ പരിഷ്കരിച്ച് വന്നത്. അപ്പം മുമ്പ് കണ്ടവരും ആ സ്കൂൾ കണ്ടവരും അന്ന് അവിടെ പഠിച്ചവരും ആരായാലും ഒന്നും അതാണോ എന്നുള്ളത് ആ സ്ഥലമാണോ എന്നുള്ളത് അറിഞ്ഞില്ല. അത്ര നല്ല പാടില്ല വേറെ അറിയില്ല. ഞാനൊക്കെ പഠിച്ച കൊണ്ട് അത്രയും ഒരു ഇതായിട്ടുള്ള ഈ പാല് കാച്ചി അന്ന് ഭക്ഷണമൊക്കെ കൊടുക്കുക. അന്ന് വേറെ ഭക്ഷണം അരി എൻ്റെ ഭക്ഷണമൊന്നുമില്ല അന്നത്തെ സമയത്ത് അങ്ങനെയൊക്കെ. അന്നത്തെ നമ്മളെ നാട്ടിലുള്ള ഒരു സ്കൂൾ എന്നുള്ള രീതിയിൽ തന്നെ എല്ലാ രീതിയിലും നമ്മളെ ഒരു വളരെ നല്ല രീതിയിലുള്ള ഒരു അനുഭവങ്ങളാണ് പള്ളിപ്പുറം സ്കൂളിൽ നിന്നും ഉണ്ടായത്. എനിക്ക് ഒരു ബേപ്പൂർ ഒരു ടൂറ് പോയ ഒരു വളരെ നല്ല രീതിയിൽ ഞങ്ങളെ ഒരു പ്രൈമറി സ്കൂളിൽ നിന്നും ടൂർ പോകാന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു അനുഭവമുള്ള കാര്യമാണ്. അന്ന് ഞങ്ങൾ പിന്നെ ഇവിടെ നമ്മളെ നാട്ടിൽ തന്നെയുള്ള ഒരു രാമേട്ടൻ്റെ ഒരു വാനിലായിരുന്നു അന്ന് പോയിട്ടുണ്ടായിരുന്നത്. അതൊക്കെ വളരെ നല്ലൊരു അനുഭവമായിരുന്നു. ഞങ്ങളെല്ലാ കൂട്ടുകാരും ടീച്ചേഴ്സിൻ്റെ ഒപ്പം തന്നെ പോയ കാര്യങ്ങളൊക്കെ തന്നെയാണ് എനിക്ക് ഇപ്പോഴും അത് ഞാൻ പല സമയങ്ങളിലും ഇത് ഓർക്കാറുണ്ട്. ഈ 100ാം വാർഷികത്തോടനുബന്ധിച്ച് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റിയത് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. പണ്ട് പിന്നെ സ്കൂൾ പൂട്ടിയ അവസരത്തിലൊക്കെ ഞാൻ അവിടെ പോകാറുണ്ട്. സ്കൂളിൽ ഞാൻ പഠിച്ചിട്ടില്ല. പിന്നെ അവിടെയുള്ള ചില മാഷന്മാരൊക്കെ അറിയാം. ശങ്കുണ്ണി അംബീഷൻ, പിന്നെ ഗോപാലകൃഷ്ണ അംബീഷൻ, കണാറ്റി മാഷ്, ഉണ്ണി മാഷ്, പിന്നെ അച്ഛനോടെ മാഷായിരുന്നു. കുഞ്ഞിക്കണ്ണൻ നായരിൽ നിന്നും മാനേജ്മെന്റും സ്ഥലവും തൈക്കണ്ടിയിൽ നീലകണ്ഠൻ നമ്പൂതിരി ഏറ്റുവാങ്ങി. മാനേജരും അധ്യാപകനുമായി അദ്ദേഹം ജോലി ചെയ്തു. ശേഷം 1939 അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ തൈക്കണ്ടിയിൽ മാധവൻ നമ്പീശൻ മാനേജരായി. അദ്ദേഹം സ്കൂളിലെ പ്രധാന അധ്യാപകനുമായി. ഞാൻ ജയപ്രകാശ്. എന്നെല്ലാവരും പള്ളിപ്പുറമുള്ള എല്ലാ ആൾക്കാരും വിളിക്കുന്നത് പ്രകാശ് മാഷ് എന്നാണ്. തൈക്കണ്ടി മാധവൻ നമ്പീശൻ്റെ മകളുടെ മകനാണ്. 1988 മുതൽ ഞാൻ ആ സ്കൂളിൽ അധ്യാപകനായിട്ട് ജോലി ചെയ്തു. മാധവൻ നമ്പീശൻ അവസാനമായിട്ട് സ്കൂളിൽ ചേർത്ത ഒരു അധ്യാപകൻ കൂടിയാണ് ഞാൻ. അതിനുശേഷം ആ വർഷം തന്നെയാണ് മാധവൻ നമ്പീശൻ മരണപ്പെട്ടത്. നല്ല ദാരിദ്ര്യമുള്ള കാലത്തായിരുന്നു നമ്മൾ സ്കൂളിൽ എത്തിപ്പെട്ടത്. പക്ഷേ ജീവിതത്തിൽ ഏറ്റവും സുഖം ഉണ്ടായിരുന്ന കാലമായിരുന്നു അത്. അന്ന് എന്താ പറയുക, ആരിലും ഒരു കാപട്യമില്ലാത്ത സ്നേഹം ഉണ്ടായിരുന്നു. വളരെ എല്ലാവരുമായിട്ട് നല്ല രീതിയിൽ ജീവിക്കുകയും ഒരു മാങ്ങ ഒരു കുട്ടിക്ക് കിട്ടിയാൽ അത് കടിച്ചുകൊണ്ട് മറ്റുള്ള കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു രീതിയും, അന്ന് ജാതിയുടെയോ മതത്തിൻ്റെയോ രാഷ്ട്രീയത്തിൻ്റെ ഒന്നും പേരിൽ ആർക്കും ഒരു പ്രയാസമില്ലാത്ത നല്ല ഒരു ജീവിതം ആ ഒരു കാലയളവിലായിരുന്നു നമുക്ക് ജീവിക്കാൻ കഴിഞ്ഞത്. അതുപോലുള്ളൊരു കാലമൊക്കെ തിരിച്ചു വരാൻ വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. ആ കാലഘട്ടത്തിൽ നാട്ടിലെ അവസ്ഥ എന്ന് പറയുന്നത് പട്ടിണിയും ദാരിദ്ര്യമുള്ള ഒരു കാലഘട്ടമായിരുന്നതുകൊണ്ട് ഞങ്ങളൊക്കെ സ്കൂളിൽ വന്ന് സ്വാഭാവികമായും ഉച്ചഭക്ഷണത്തിൻ്റെ ഒരൊറ്റ ആകർഷണീയത കൊണ്ട് മാത്രമായിരുന്നു. അങ്ങനെ 5ാം ക്ലാസ് വരെ 1960 വരെ സ്കൂളിലാണ് പഠിച്ചത്. പിന്നെ ഈ നാട്ടിലെ അന്നത്തെ അവസ്ഥ എന്ന് പറഞ്ഞത് ഈ സ്കൂളിലെ പിന്നെ ചുറ്റുപാടൊക്കെ എന്നുള്ളത് വളരെ
പിന്നെ കാടും ഇടുങ്ങിയ വഴികളൊക്കെ ഉള്ളൊരു ഇതായിരുന്നു. പിന്നെ പൊടിമണ്ണും ഒക്കെ നിറഞ്ഞിരിക്കുന്നതായിരുന്നു. നടന്നു പോകാൻ പോലും ബുദ്ധിമുട്ടുള്ള റോഡെന്ന് പറയാൻ പറ്റില്ല, ഒരു ഊടുവഴി പോലെയായിരുന്നു. ആ കാലഘട്ടത്തിലാണ് അവിടെ പഠിച്ചത്. മുറ്റത്ത് സ്കൂളിൽ മണ്ണും ചളിയും നിറഞ്ഞ് ഇവിടെയാണ് ഞങ്ങളൊക്കെ പഠിച്ച് വളർന്നത്. പക്ഷെ പിന്നീടും ഞങ്ങളൊക്കെ ഈ പ്രദേശത്തുള്ളവരൊക്കെ ഹൈസ്കൂളിൽ പോയെങ്കിലും വൈകുന്നേരം ഈ സ്കൂളിന് മുറ്റത്ത് വന്നാണ് വീണ്ടും കളിച്ച് വീട്ടിൽ പോകാറുണ്ടായിരുന്നത്. അപ്പോൾ പിന്നീട് തുടർന്ന് ഞങ്ങൾ ബാലകൗമാര്യങ്ങളൊക്കെ ലഘുമാര്യങ്ങളൊക്കെ ഞങ്ങൾ ഈ സ്കൂൾ മുറ്റത്ത് തന്നെയാണ് കഴിച്ചു കൂട്ടി നടത്തും. ശരിക്കും പറഞ്ഞാൽ അവിടുന്ന് അത്രയും നല്ലൊരു കാലഘട്ടത്തിലൂടെയാണ് ഞങ്ങൾ പഠിച്ച് വളർന്നതിൻ്റെ ഗുണം. അന്ന് പഠിച്ച മിക്കവാറും ആളുകൾക്കൊക്കെ ജോലി കിട്ടി ഒരുവിധം നല്ല അവസ്ഥയിലൊക്കെ ആവാൻ കഴിഞ്ഞിട്ടുള്ളത് അന്ന് ഇവിടുന്ന് കിട്ടിയ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ഗുണം തന്നെയാണെന്നുള്ള സംശയമില്ല. തീർച്ചയായിട്ടും ഈ വിദ്യാഭ്യാസമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ ഒരുപാട് ആളുകൾ ജോലിയും അതുപോലെ തന്നെ പ്രശസ്തരായ ആളുകളും ഉണ്ടായിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ തീർച്ചയായും നമുക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റും ഈ സ്കൂൾ തീർച്ചയായിട്ടും നമ്മുടെ നാടിൻ്റെ അഭിമാനമാണ്. അന്ന് സ്കൂളിൽ 90 കുട്ടികളും 3 അധ്യാപകരുമാണ് ഉണ്ടായിരുന്നത്. അതിൽ കണ്ണൻ ചാത്തൻ എന്ന അധ്യാപകൻ ഹരിജൻ സമുദായക്കാരനായിരുന്നു. മാധവൻ നമ്പീശന്റെ വരവോടുകൂടിയാണ് സ്കൂളിൻ്റെ വളർച്ച. താമരശ്ശേരിയിലെ പ്രശസ്ത ലൈബ്രറി പ്രവർത്തകനായിരുന്ന ശ്രീ PKG വാര്യർ ഈ സ്കൂളിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. വളരെ ചെറുപ്പത്തിൽ തന്നെ ഒരു ദിവസം മുത്തശ്ശൻ്റെ കൂടെ ആ സ്കൂളിൽ പോയ ഓർമ്മയാണ് എനിക്ക് ആദ്യമായിട്ടുള്ളത്. അന്നാണ് ആ സ്കൂളിനെ ആദ്യമായിട്ട് കണ്ടറിയുന്നത്. പിന്നെ ആ ഒരു ഗ്രാമത്തിൻ്റെ മഹത്തായ വിദ്യാലയമാണെന്ന് കുറച്ചുകൂടി വലുതായപ്പോഴാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇപ്പോൾ അത് 100 വർഷം തികയാണ്. ഈ ഒരു സുവർണ നിമിഷത്തിൽ വളരെ ആഹ്ലാദം തോന്നുന്നുണ്ട്. ഈ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ എൻ്റെ സിനിമാ ഗുരുനാഥനായ ഹരിഹർ സാർ ഈ സ്കൂളിലാണ് ആദ്യാക്ഷരം കുറിച്ചത്. അദ്ദേഹം കാണുമ്പോഴൊക്കെ ഈ വിദ്യാലയത്തെ പറ്റിയുള്ള ഓർമ്മകൾ സാന്ദർഭികമായി പറയാറുണ്ട്. അപ്പോൾ ആ സ്കൂളിൽ ആദ്യമായിട്ട് അദ്ദേഹം നാടകം കളിച്ചതും ആദ്യമായിട്ട് സ്റ്റേജിൽ കയറിയത് ആ സ്കൂളിലാണെന്ന് അദ്ദേഹം ഇടയ്ക്കിടെ പറയാറുണ്ട്. അങ്ങനെ എത്രയോ വലിയ വലിയ ആളുകൾക്ക് ആദ്യാക്ഷരം കുറിക്കാനുള്ളൊരു വേദിയായിട്ട് പള്ളിപ്പുറ LP സ്കൂൾ മാറി. അത് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട്. 1ാം ക്ലാസ്സിൽ ഞാൻ അവിടെ പഠിച്ചു. സ്കൂളിൽ പഠിച്ചിട്ടില്ല, അന്ന് എക്സാം മാത്രമേ എഴുതിയിട്ടേ ഉള്ളൂ. ഹെഡ്മാഷ് വല്യമ്മാവൻ തന്നെയാണ്, വല്യമ്മാവൻ്റെ ആണല്ലോ സ്കൂള്. അപ്പോൾ ഇവിടുന്ന് പോവുക പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. അങ്ങനെ അടുത്ത് കുട്ടികളൊന്നും കൂടെ ഒന്നും വരാനില്ലാത്തതുകൊണ്ടേ അപ്പോൾ സ്വന്തം പോകണല്ലോ എന്നുള്ളതുകൊണ്ട് പിന്നെ അമ്മ പറഞ്ഞു അങ്ങനെ വിട്ടാൽ പോരെ, 1ാം ക്ലാസ്സിൽ ചേർത്തണ്ട, എക്സാം എഴുതിച്ചാൽ പോരെ ചോദിച്ചാൽ ശരി, അങ്ങനെ നീ വീട്ടിൽ നിന്ന് പഠിപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞു വല്യമ്മാവൻ. അങ്ങനെ അമ്മ പഠിപ്പിച്ചു. എക്സാം മാത്രം പോയി എഴുതി. അങ്ങനെ 1ാം ക്ലാസ്. 2ാം ക്ലാസ്സിൽ ക്ലാസ് ടീച്ചർ കെനാരോട്ടി മാഷായിരുന്നു. മാഷിന് ഞങ്ങൾക്കൊക്കെ നല്ല ഇഷ്ടമാണ്. പിന്നെ 3ാം ക്ലാസ്സിൽ ഗോപാലകൃഷ്ണ സാറ്. അവൻ ഏട്ടൻ ഇവിടെ തന്നെയാണ് താമസിക്കുന്നത്. ഞങ്ങൾ ഒരുമിച്ച് സ്കൂളിൽ പോവുക ചെയ്യുക. അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ ഹോംവർക്കൊന്നും കറക്റ്റായി ചെയ്തിട്ടില്ലെങ്കിൽ അടി കിട്ടുകയൊക്കെ ചെയ്യും, ഇമ്പോസിഷൻ എഴുതിക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഭയങ്കര സങ്കടം തോന്നാനും ഇങ്ങനെ എന്നോട് ചെയ്യുന്നല്ലോ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോ. പിന്നെ കൂടെ പഠിച്ചത് അമ്മാവൻ്റെ മോള് നളിനിയുണ്ട്. ഞങ്ങൾ ഒരുമിച്ചായിരുന്നു പഠിച്ചത്. പിന്നെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പോവുക തൈക്കണ്ടിയില്ല, തറവാട്ടിൽ വീട്ടിൽ എല്ലാവരും കൂടി പോവുക. വല്യമ്മാവനും ഞങ്ങളെല്ലാവരും ഗോപാലകൃഷ്ണനും എല്ലാവരും കൂടി ഉണ്ണാനൊക്കെ പോയി അവിടെ തേവള്ളിയും തൈക്കണ്ടിയും ഞങ്ങളെല്ലാ കുട്ടികളും അവിടെ തന്നെയാണല്ലോ പഠിച്ചതൊക്കെ. അപ്പോൾ ഒരുമിച്ച് എല്ലാവരും കൂടി നല്ല രസമായിട്ട് പോവും. പിന്നെ തിരിച്ചു വന്ന് കടയിലൊക്കെ പോയിട്ട് ഇടയ്ക്ക് മിഠായിയൊക്കെ വാങ്ങി കഴിക്കും. അപ്പോഴേക്കത് ഗോപാലകൃഷ്ണനെ അറിയും, അടി കിട്ടും ഒക്കെ ഉണ്ടാവും. വീട്ടിൽ തിരിച്ചെത്തിയാൽ ഞങ്ങളാരും കാണില്ലല്ലോ വിചാരിച്ച് ചെയ്യുന്ന കുസൃതികളാണ്. പക്ഷെ അതൊക്കെ അവർ കണ്ടുപിടിക്കുകയായിരുന്നു. അതൊക്കെ ഇപ്പം ആലോചിക്കുമ്പോൾ നമുക്കൊരു രസമാണ്. ഞാൻ വരുന്ന സമയത്ത് ഇത്ര സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നിരുന്നാലും ചെറിയൊരു ഓലപ്പുര, അതുപോലെ തന്നെ എല്ലാ ക്ലാസ്സും ഒന്നിച്ചായിരുന്നു. ഒരു കർട്ടൻ പ്രകാരമാണ് നമ്മൾ മറിച്ച് ഓരോ ക്ലാസ് ആയിട്ട് ഡിവൈഡ് ചെയ്തത്. അപ്പം അതിൽ ഒരു ക്ലാസ്സിൽ തന്നെ ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ ഓരോ ടീച്ചേഴ്സും വന്നു. ആ സമയത്ത് 1ാം ക്ലാസ്സിൽ ആദ്യമായിട്ട് ഇരുന്ന സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പേടിയായിരുന്നു ആദ്യത്തെ ആ ഒരു ദിവസവും ഒക്കെ. പിന്നീട് എല്ലാ അധ്യാപകരുമായിട്ട്
നല്ല സൗഹൃദത്തിലൊക്കെ ആയി. നല്ല ഇഷ്ടമായി, എല്ലാ അധ്യാപകരെയും നല്ല ഇഷ്ടമായി. ഇവിടെ ഇപ്പം ഞാനിപ്പോൾ പഠിക്കുമ്പോഴും ഇത് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉള്ള ഒരു മിസ് ഇവിടെ ഉണ്ട്, ശ്രീജ ടീച്ചർ. ആ ടീച്ചർ എനിക്ക് കണക്കായിരുന്നു പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ പ്രകാശം മാഷ് ഇംഗ്ലീഷിലായിരുന്നു. ദിലീപ് മാഷ് ഉണ്ടായിരുന്നു. ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു അഭിമാനം തന്നെയാണ് എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സിൻ്റെ കൂടെ ഇവിടെ വർക്ക് ചെയ്യുന്നതും. അതുപോലെ തന്നെ ഈ ഒരു നാട്ടുകാരും എല്ലാവരും എന്നെ അറിയുന്നവരാണ്. അവരുടെ മുമ്പിലൊക്കെ ഒരു ടീച്ചറാണെന്നുള്ള രീതിയിൽ നല്ലൊരു അഭിമാനം തോന്നുന്നുണ്ട്. രാഘവമാഷാന്ന് തോന്നുന്നുണ്ട്. ആ മാഷ് നല്ല നുള്ളുമായിരുന്നു, കുട്ടികളെ വിദ്യാർത്ഥികളെ നല്ലോണം നുള്ളുമായിരുന്നു. പഠിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണുള്ളത് ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. അങ്ങനെ എൻ്റെ വാപ്പനോട് പറഞ്ഞു, എനിക്ക് ഇത് സഹിക്കാൻ കഴിയില്ല, ഭയങ്കര നുള്ളലാണ്. മാഷ് പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നുള്ളത് നമ്മൾ ഓർക്കുന്നില്ല. ആ മറന്നുകൊണ്ട് ആ പ്രായത്തിൻ്റെ ആ കുറവ് കൊണ്ട് പാപ്പനോട് ടി സി വാങ്ങിച്ച് അവിടുന്ന് തച്ചമ്പോലി സ്കൂളിലേക്ക് പോയതാണ്. ആ അനുഭവമാണ് നമുക്ക് പ്രത്യേകിച്ച് പള്ളിപ്പുറം സ്കൂളിലത്തെ നമ്മൾ പറയാനുള്ളത്. അന്ന് നുള്ളു കൊള്ളാത്തതിൻ്റെ ഒരു കുറവാണ് ഇപ്പോൾ നമ്മൾ നിലവിൽ അനുഭവിക്കുന്നുള്ളതിൻ്റെ ആണ് ഇപ്പോൾ നമുക്കൊരു പാഠമായിട്ട് ഇപ്പോൾ അനുഭവിക്കുന്നത്. ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. നമ്മൾ അന്ന് ആ കുട്ടിയായ സമയത്ത് നമുക്കത് മനസ്സിലാവില്ല. ഇപ്പോഴത്തെ അനുഭവം വെച്ച് നോക്കുമ്പോൾ നമ്മൾ ആ ചെയ്ത് വളരെ വിഡിത്തമായിരുന്നു. അന്നത്തെ സാഹചര്യം അതാണ്. അതുകൊണ്ട് അവിടുത്തെ ടി സി വാങ്ങി പോയതാണ്. ആ നുള്ളിൻ്റെ സഹിക്കാൻ കഴിയായിട്ട് ആ നുള്ള് നമുക്ക് വേണ്ടിയിരുന്നു. നുള്ളു കൊണ്ടാണ് നമ്മൾ കഴിച്ചിലായി പോകുമായിരുന്നു. അതുകൊണ്ട് ഒരുപാട് അതിൻ്റെതായ നഷ്ടങ്ങൾ നമുക്ക് അനുഭവിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് നമ്മൾ സ്കൂളൊക്കെ കഴിഞ്ഞ് പിന്നെ തച്ചമ്പൂരിൽ ഇങ്ങോട്ട് പോയി, പിന്നെ കോരങ്ങാട് അങ്ങനെയൊക്കെ പോയിങ്ങാണ് പഠനം പൂർത്തിയാക്കിയത്. ആ സമയത്ത് ഒക്കെ നമുക്കറിയാം, ഒരു ഗ്രാമീണ സൗന്ദര്യത്തിൽ ലയിച്ചു ചേർന്നുകൊണ്ടുള്ള ഒരു സ്കൂൾ ജീവിതമായിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഒരു ഗ്രാമീണ മേഖലയിലുള്ള പഠിക്കുന്ന അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് LP സ്കൂൾ അല്ലെങ്കിൽ എയ്ഡഡ് സ്കൂളിലൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഏതൊരു വ്യക്തിക്കും ജീവിതത്തിൽ വിജയം നേടാനും അതേപോലെ തന്നെ ഉന്നതങ്ങളിൽ എത്താനും സാധിക്കും എന്നുള്ളതിന് നമ്മുടെ ഈ സ്കൂളിൽ നിന്നും കഴിഞ്ഞു പോയ ഒരുപാട് വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഉന്നതങ്ങളിൽ എത്തിയ സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലകളിൽ എത്തിയ ഒരുപാട് പേര് നമ്മുടെ ഈ നാട്ടിൽ തന്നെ ഈ ചുറ്റുവട്ടത്ത് ഉണ്ട്. അതുകൊണ്ട് തന്നെ അതിനുശേഷം സ്കൂളിന് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഗവൺമെൻറ് തന്നെ അവരുടേതായ തലത്തിൽ ഇൻഫ്രാസ്ട്രക്ചർ, അതേപോലെ തന്നെ ഫർണിച്ചർ, അതായത് ബേസ് സ്ട്രക്ചർ എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാന വികസന സൗകര്യത്തിൽ ഗവൺമെൻറ് ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ മാറ്റങ്ങൾ ഒക്കെ തന്നെ നമുക്ക് നമ്മുടെ പള്ളിപ്പുറം LP സ്കൂളിലും കാണാൻ കഴിയുന്നതാണ്. അത് ഏത് സമയത്തും നമ്മൾ സ്കൂളിൻ്റെ മുൻപിലൂടെ പോകുന്ന സമയത്ത് എല്ലാം തന്നെ നമുക്ക് ആ സ്കൂളിൽ പഠിച്ചതാണ് എന്നുള്ളൊരു അഭിമാന ബോധം നമ്മുടെ മനസ്സ് നമ്മളോടെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും. 1954 തേവള്ളി ശങ്കരൻ നമ്പീശൻ സ്കൂളിൽ ജോലിയിൽ പ്രവേശിച്ചു. 1956 ഓലഷെഡിൻ്റെ മരക്കാലുകൾ മാറ്റി കല്ലുകൊണ്ടുള്ള തൂണുണ്ടാക്കി അരഭിത്തി കെട്ടി നിലം നന്നാക്കുകയും ചെയ്തു. ഇക്കാലത്താണ് സ്കൂൾ നിൽക്കുന്ന സ്ഥലം രേഖാമൂലം മാധവൻ നമ്പീശൻ വാങ്ങിയത്. ഇതിനുശേഷം പ്രധാന അധ്യാപക തസ്തിക നിലവിൽ വരികയും ട്രെയിനർ അധ്യാപകനായ ശങ്കരൻ നമ്പീശൻ നിയമിതനാവുകയും ചെയ്തു. മേൽക്കൂര ഓടിടുകയും ചെയ്തു. മാധവൻ നമ്പീശൻ മാഷായിരുന്നു ക്ലാസ് ടീച്ചർ. വളരെ ബഹുമാനത്തോടു കൂടി നല്ല റെസ്പെക്റ്റുള്ള ഒരു മാഷായിരുന്നു അദ്ദേഹം. എന്നും മനസ്സിൽ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. രണ്ടാമത്തെ 1ാം ക്ലാസ്സിൽ വീണ്ടും പഠിച്ചപ്പോൾ ശങ്കരൻ നമ്പീശൻ മാഷായിരുന്നു. അദ്ദേഹം അധ്യാപന സമയത്ത് നല്ല സ്ട്രോങ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ മുട്ടിൻ്റെതായിട്ടുള്ള അടി ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ്. പിന്നെ 2ാം ക്ലാസ്സിൽ കനാരൊട്ടി മാസ്റ്ററായിരുന്നു. 3ൽ ശ്രീ ഗോപാലകൃഷ്ണ മാഷ് ആയിരുന്നു. വളരെ മുഖത്ത് രൗദ്രഭാവത്തോടുകൂടി ക്ലാസ് എടുക്കുന്ന അദ്ദേഹത്തെ മനസ്സിൽ നിന്നും സൂക്ഷിക്കുന്നുണ്ട്. 4ാം ക്ലാസ്സിൽ ക്ലാസ് ടീച്ചറായിട്ട് ശ്രീമതി രത്നമ്മ ടീച്ചർ വളരെ ചിരിക്കുന്ന മുഖത്തോടു കൂടിയുള്ള അവരുടെ ക്ലാസ്
വളരെയേറെ ഇന്നും മനസ്സിലുണ്ട്. കഴിഞ്ഞ അധ്യയന വർഷത്തിൽ PTA പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. എൻ്റെ മകളുടെ മകൻ അവിടെ പഠിക്കുന്നുണ്ട്. ഈ ശതാബ്ദി ആഘോഷത്തിൻ്റെ വർഷത്തിൽ സ്കൂളിൻ്റെ 100ാം നിറവിൽ PTA പ്രസിഡന്റ് ആവാൻ സാധിച്ചത് ഒരു ദൈവാനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം നമ്മൾ പഠിച്ച സ്കൂളിൽ അതിൻ്റെ 100ാം വാർഷികത്തിൽ സ്വാഗത സംഘം വൈസ് ചെയർമാൻ എന്ന പദവി വഹിച്ചപ്പോൾ തന്നെ PTA പ്രസിഡന്റ് ആവാൻ ഒരു അവസരം ലഭിച്ചു എന്നുള്ളത് ഒരു ദൈവാനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. അന്ന് നല്ല സ്റ്റാൻഡേർഡുള്ള സ്കൂളായിരുന്നു. പള്ളിപ്പുറം സ്കൂൾ LP സ്കൂളിൽ നിന്ന് ജയിച്ചു വന്ന കുട്ടികളാണെന്ന് പറഞ്ഞിക്കാൻ വെച്ചാൽ ഏത് സ്കൂളിൽ ചേർത്താനും ആർക്കും മടിയില്ലായിരുന്നു. അത്രയും സ്റ്റാൻഡേർഡുള്ള സ്കൂളായിരുന്നു. ഇന്ന് അധ്യാപകരൊക്കെ വളരെ ആത്മാർത്ഥമായിട്ട് പഠിപ്പിക്കുന്ന ആൾക്കാരായിരുന്നു. കുട്ടികളൊക്കെ വളരെ ഇതായിരുന്നു. ഗോപാലകൃഷ്ണ മാഷ ക്ലാസ്സിൽ പഠിക്കുന്നതിനനുസരിച്ച് ഓരോരുത്തരും 1ാം സ്ഥാനം 2ാം സ്ഥാനം 3ാം സ്ഥാനം എന്നും പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുകയായിരുന്നു. എൻ്റെ കൂടെ പഠിച്ച നാഗമാഷും ഒരു ചന്ദ്രികയുണ്ടായിരുന്നു. ഞാനും ഞങ്ങൾ 3 ആളാണ് 1, 2, 3 സ്ഥാനത്ത് എപ്പോഴും മാറി മാറി വരാറ്. അന്നിവിടെ 1 മുതൽ 5 വരെ ക്ലാസുകൾ ഉണ്ടായിരുന്നു. 5 അധ്യാപകരും 191 കുട്ടികളുമാണ് അന്നുണ്ടായിരുന്നത്. പിന്നീട് ബ്ലോക്കിന്റെ ഒരു കെട്ടിടം കൂടി പണിയുകയും ചെയ്തു. ഈ വർഷം 5ാം ക്ലാസ് ഒഴിവായി. ഒരു ജീർണാവസ്ഥയിൽ ഒരു സ്കൂളായിരുന്നു അന്നുണ്ടായിരുന്നത്. കാരണം പൊതുവെ ഗവൺമെന്റ് സ്കൂളുകൾ, മാനേജ്മെന്റ് സ്കൂളുകളൊക്കെ തദൈവ എന്നുള്ള രൂപത്തിലേക്കുള്ള ഒരു കാലഘട്ടം. കാരണം PTA സമിതി എന്ന് പറയുന്നതും മറ്റ് സമിതികളൊക്കെ അത്ര കാര്യക്ഷമമാവുന്ന ഒരു കാലഘട്ടമല്ല. എന്നാലും പിന്നീട് ഞങ്ങളൊക്കെ കാലഘട്ടം എത്തുന്നതോടു കൂടിയാണ് സ്വാഭാവികമായിട്ടും PTA സമിതികൾ സ്കൂളിൻ്റെ കാര്യങ്ങളൊക്കെ കുറേ ശ്രദ്ധിക്കാൻ തുടങ്ങി. അതോടൊപ്പം തന്നെ ഈ രക്ഷിതാക്കളും, ഞങ്ങളാ കാലഘട്ടത്തിലെ ഞങ്ങളെ പ്രായക്കാരായ രക്ഷിതാക്കളും വിദ്യാഭ്യാസ താല്പര്യവും കുട്ടികൾക്ക് നല്ല അന്തരീക്ഷത്തിൽ പഠിപ്പിക്കണം എന്നുള്ള സാഹചര്യങ്ങളൊക്കെ വളർന്നു വന്ന രക്ഷിതാക്കൾ വളർന്നു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ PTA പ്രസിഡന്റായത്. അപ്പോൾ അതിൻ്റെ എല്ലാ സൗകര്യങ്ങളും കിട്ടിയപ്പോൾ സ്കൂള് പൊതുവെ നന്നാക്കണം എന്നുള്ള ബോധ്യത്തിലേക്ക് എത്തി. അങ്ങനെ അധ്യാപകരോടും മാനേജ്മെന്റിനോടും ആ കാര്യങ്ങളൊക്കെ ധരിപ്പിച്ചു. മാനേജ്മെന്റ് കുറേയൊക്കെ കാര്യക്ഷമമായി പ്രവർത്തിക്കാം എന്നുള്ള രൂപത്തിലേക്ക് എത്തി. അങ്ങനെ ആ പീരീഡിൽ അന്നും ഉണ്ടായിരുന്ന അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കുറേയും കൂടി കാര്യക്ഷമമായിട്ടുള്ള അധ്യാപകരായിരുന്നു അവിടെ ഉള്ളത്. കാരണം വിദ്യാർത്ഥികളുടെ കാര്യത്തിലും രക്ഷിതാക്കളുടെ കാര്യത്തിലുമൊക്കെ കുറേ ബോധ്യമുള്ള അധ്യാപകരായിരുന്നു, തൽപരരായിരുന്നു അന്നത്തെ അധ്യാപകരൊക്കെ എന്നുള്ളത് എനിക്ക് പൂർണ്ണമായി പറയാൻ കഴിയും. ഗോപാലകൃഷ്ണൻ നമ്പീശൻ മാഷാണെങ്കിലും ശങ്കുണി നമ്പീശൻ മാഷാണെങ്കിലും അതുപോലെ അന്നത്തെ ടീച്ചേഴ്സൊക്കെ TPK ഇബ്രാഹിം മാഷ് അടക്കമുള്ള ആളുകൾ, അവരൊക്കെ കുട്ടികൾ തൽപരരായി മാറണം, ഉയർന്ന വിദ്യാഭ്യാസം വരണം എന്നുള്ള ബോധ്യം ഉള്ള ആളുകളായിരുന്നു. പിന്നെ അടിസ്ഥാന സൗകര്യത്തിന്റെ കാര്യത്തിൽ അന്നത്തെ പ്രാരാബ്ധത്തിന്റെ സാഹചര്യത്തിൽ അത്രമാത്രമേ അത് ഉണ്ടാവുമെന്ന് നമ്മൾക്ക് മനസ്സിലാക്കി. എന്നാലും അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ പിന്നീട് കൂടി വന്നു. ഇപ്പോ നമ്മുടെ പരിസരത്ത് മറ്റ് വിദ്യാലയങ്ങളെ അപേക്ഷിച്ച് കുറെ നന്നായി കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനമായ LP സ്കൂൾ മാറി എന്നുള്ളതാണ് ഇപ്പം നമ്മൾ കാണുന്ന ഇത് വളർച്ച. ഞാൻ ചേർന്ന കൊല്ലം ഒരു സ്കൂളേ ഉള്ളൂ അവിടെ. അത് പിന്നെ ഒരു അരവിച്ച് കെട്ടിയിട്ട് ബാക്കിയുള്ള തെങ്ങോല അങ്ങനെ തൂക്കിയിട്ട് മറിച്ചതായിരുന്നു ആദ്യത്തെ ഭാഗം. പിന്നെ ആന്ന് കഴിഞ്ഞ് പോയതിന് ശേഷമാണ് ആ സ്കൂളെല്ലാം ഓടാക്കിയതിന് ശേഷം പിന്നെ നടുക്ക് വരെ മറയൊക്കെ വന്നതും അരവിച്ച് മാത്രമേ ഉള്ളൂ അന്ന് ഒരൊറ്റ സ്കൂൾ. പിന്നെ ആണ് കുറച്ച് കഴിഞ്ഞ് ഞാൻ 3ാം ക്ലാസ്സിലൊക്കെ എത്തിയപ്പോൾ ആണ് പുറത്തേക്ക് ഒരു ഷെഡ് പോലെ ഒന്ന് വെച്ചിട്ട് ഒരു സ്കൂളാക്കി. അതിപ്പോൾ അവിടെ ഉണ്ട്. അത് പിന്നെ അരവിത്തിയൊക്കെ എത്തിയാൽ ചുവരോ ഫുഡ് വെച്ചില്ല. അപ്പോഴേ മറ്റേ ഫുള്ളായിട്ട് ചുവരൊക്കെ വെച്ചാൽ. പിന്നെ കഞ്ഞി വെക്കാൻ ഒരു പീടി ഉണ്ടായിരുന്നു, ഒരു പഴയ പീടി ആരോ, അവിടെ നിന്ന് കഞ്ഞിപ്പര വെക്കാം. അവിടെ അന്ന് കഞ്ഞി വെക്കാൻ ഒരു മാധവൻ നായരുണ്ടായിരുന്നു. പിന്നെ എടച്ചേരി മാധവൻ നായർ എന്ന് അറിയുക. അയാളും ഇപ്പോൾ മരിച്ചു പോയ എക്സിബിലിറ്റി എങ്ങാനായിരുന്നു. പിന്നെ കുറേ കഴിഞ്ഞ് ഞാൻ PTA കമ്മിറ്റിയിലായ സമയത്താണ് പാത്തുമ്മേനെ കഞ്ഞിയൊക്കെ കൊണ്ടുവന്നത്. ആ പാത്തുമ്മ എപ്പോഴും ഉണ്ട് അവിടെ കഞ്ഞിയൊക്കെ. 1968 ശ്രീ TP ഇബ്രാഹിം നിയമിതനായതോടെയാണ് അറബി പഠനം തുടങ്ങിയത്. താൽക്കാലിക ജോലിക്കാരനായ അദ്ദേഹം പിന്നീട് സ്ഥിരമധ്യാപകനായി നിയമിതനായി. 1986 വളരെ കാലം അധ്യാപകനായിരുന്ന T. ശങ്കരൻ നമ്പീശൻ ജോലിയിൽ നിന്നും വിരമിച്ചു. പിന്നീട് ഗോപാലകൃഷ്ണൻ നമ്പീശൻ
രത്നമ്മ ടീച്ചർ എന്നിവർ പ്രധാന അധ്യാപക സ്ഥാനം വഹിക്കുകയും ചെയ്തു. 1968 1-ാം ക്ലാസ്സിൽ ചേർന്നത്. അന്നുണ്ടായിരുന്ന അധ്യാപകര്, അന്ന് നമ്മളെ ദിലീപ് കുമാറിന്റെ അച്ഛന് ശങ്കുണ്ണി നമ്പീശനായിരുന്നു ഹെഡ്മാഷ്. 1-ാം ക്ലാസ്സിൽ തേക്കണ്ടി മാധവനമ്പീശനായിരുന്നു. ദിലീപ് മാഷ് എന്നെക്കാൾ 1 ക്ലാസ് ജൂനിയറാണ്. പക്ഷെ 1-ാം ക്ലാസ്സിൽ അവൻ വന്നിരുന്നു, ഇരിക്കും, അവൻ വരാറുണ്ടായിരുന്നു. അപ്പം അതിൽ രസകരമായ ചില സംഭവങ്ങൾ എന്ന് പറയുന്നത്, ഒരു ദിവസം 1-ാം ക്ലാസ്സിൽ ഞാൻ വന്ന സമയത്ത് ഞാനിരിക്കുന്ന സ്ഥലത്ത് അവൻ ഇരിക്കുന്നുണ്ട്. അപ്പം അന്ന് ഞാൻ തായപ്പറമ്പിൽ ലത്തീവ്, ഞങ്ങളൊക്കെ ഹീറോകളാണ് സ്കൂളിലെ. ഞങ്ങളൊക്കെ വേറെ പല സാഹചര്യങ്ങൾ, വീടടുത്ത് സ്കൂളിൻ്റെ അടുത്ത് എങ്ങനെയെല്ലാം കൂടിയോ. അപ്പം ഇവനെ ദിലീപിനെ പിടിച്ച് ഞാൻ ഇങ്ങോട്ട് പിടിച്ച് മാറ്റി. അവൻ കരയാൻ തുടങ്ങി, ആദ്യമായിട്ട് വന്നതാണല്ലോ. അപ്പോൾ തൊട്ടടുത്ത് ഇരിക്കുന്നത് ദിലീപ് മാഷാണ്, ഇന്നത്തെ ദിലീപ് മാഷ്. തൊട്ടപ്പുറത്ത് സത്യന്, ഇങ്ങനെ പിടിച്ചിട്ടുള്ള കുറേ ആൾക്കാർ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, അന്ന് ഇത്തരം സ്കൂളായതുകൊണ്ട് ആ പരസ്പര ബന്ധങ്ങൾ, തേറ്റാമ്പുറത്തുള്ള കുറേ ആൾക്കാർ, ഇങ്ങനെ ഒരുപാട് ആൾക്കാർ, മിക്സഡ് ആയിട്ടുള്ള ആൾക്കാർ, അതുപോലെ പെൺകുട്ടികൾ, അതൊരു പ്രധാന ഘടകമാണ്. ഈ ജനറൽ സ്കൂളിൽ എല്ലാ ആൾക്കാരും, മുസ്ലിം, ഹിന്ദുസ് തന്നെ, നായർ, നമ്പീശന്, അല്ലാതെ മറ്റ് ജാതിക്കാർ, എല്ലാവരും ഒരുമിച്ച് ഇടപഴകിയുള്ള ജീവിതം, അത് വളരെ പ്രയോജനകരമാണ്. ഇന്നും ആ ബന്ധങ്ങൾ ഒരു പരിധിവരെ എല്ലാ ആൾക്കാരായിട്ട് സൂക്ഷിക്കുന്നുണ്ട്. നല്ല രസകരമായ കുറച്ച് അനുഭവങ്ങളുണ്ട്. കുത്തിവെപ്പിന് വന്ന സമയത്ത് പേപ്പർമില്ലെത്തിയും ഞങ്ങൾ ഓടാന്ന് തീരുമാനിച്ചത്. രത്നമ്മ ടീച്ചർ അന്നില്ല ക്ലാസ്സിൽ, 4-ാം ക്ലാസ്സിലാണ്. കുത്തിവെപ്പിന് വന്നു. ഞങ്ങൾ രണ്ടാളും ഇങ്ങനെ സ്കൂളിൽ ഇങ്ങനെ ഞങ്ങളായി നടക്കുന്ന ഒരു കാലമാണ്. ഓടാന്ന് പറഞ്ഞപ്പോൾ ലത്തീഫിനോട് പറഞ്ഞു, ഞാൻ ഓടിക്കുകയാണെങ്കിൽ അവനോടും. അവൻ ആദ്യം ഓടാൻ ധൈര്യമല്ല. ഞാൻ വേഗമെല്ലാം കൂട്ടി എടുത്തിട്ട് കഴുത്ത് കൂട്ടിയിട്ട് ഞാൻ ആദ്യം ഓടി. ഇന്നെ പിടിച്ച് ഇബ്രാഹിം മാഷും പിന്നെ ഈ ഭാസ്കരൻ എന്ന് പറഞ്ഞ സീനിയറായിട്ട് വലിപ്പമുള്ള കോരങ്ങാട്ടുള്ളത്, അവർ രണ്ടും കൂടി ഇന്നെ പിടിച്ചപ്പോൾ എത്തിയ വിലം കൂടി ഇപ്പൊന്നൊരു വിടൽ വിട്ടിട്ട് താഴെ മുക്കിൽ കൊപ്പരൻ്റെ ഇതുണ്ടായിരുന്നു, മറ്റേ മജീദിൻ്റെ വാപ്പൻ്റെ അവിടെ, ആ കൊപ്പരക്കാലത്തിൻ്റെ മുകളിൽ പോയി വിളിച്ചതാണ്. ഇന്നെ വൈക്ക് പിടിച്ചെങ്കിലും അന്ന് എൻ്റെ കൈ കുട ഉണ്ടോ, ഈ കുട കൊണ്ട് അടിയാ ഞാൻ എല്ലാവരെയും അടുത്തൊക്കെ അടുക്കുന്നവരാണ്. അങ്ങനെ എൻ്റെ അമ്മ നസിക്കായി വന്ന് എന്നെ കൂട്ടിക്കൊണ്ട് പോയി. ഇന്നതെ കുത്തിയപ്പൊന്ന് രക്ഷപ്പെട്ടാണ്. അന്നത്തെ അവസ്ഥ ആണ് നമുക്ക് പറയുന്നത്. അങ്ങനെ കുറേ രസകരമായ അനുഭവങ്ങൾ ഇപ്പോഴും അങ്ങനെ കുറേ അന്നത്തെ കുറേ കുട്ടികളൊക്കെ ഓർമ്മയിലുണ്ട്. മിക്കവാറും എല്ലാ ആൾക്കാരെയും കാണാറുണ്ട്. ഇപ്പോഴും ഞാൻ പറയും ആ ലൂയങ്ങളും പതുക്കും. കുത്തിവെപ്പ് എന്നാണ് ഇപ്പൊ പറയുന്നത് കൂടിയിട്ട് അന്ന് പറയുന്നത് കുരുപ്പ് വരാന്നായി, കൈയിന്റെ ഈ മുകളിൽപെട കുരുപ്പ് വരാന്നുള്ള. അന്ന് വരിക എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ ആള് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞ് വരുന്നത് കേട്ടാൽ തന്നെ ഓട്ടാണ്. ആ ഓട്ടത്തിൽ ഞാൻ നേരിട്ട് പോയിട്ട് കൊളങ്ങരത്തോടെയുടെ ഭാഗത്ത്, അതായത് താഴെ പള്ളിപ്പുറം മുക്ക് ഭാഗത്ത് അവിടെ പിന്നെ ഒരു വീടുണ്ട്. ആ വീട്ടിന്റെ മുകളിൽ അട്ടത്ത് കയറി, അടുക്കളയിൽ കൂടി കയറിയിട്ട് അട്ടത്ത് കയറി ഞാൻ ഒളിച്ചാ. ഞാൻ അന്ന് അത്രയ്ക്ക് പേടിയും ആയിരുന്നു. അന്ന് സ്വാതന്ത്ര്യദിനം കൊണ്ടാടല് തലേന്ന് സ്കൂളിന് പറയും നാളെ സ്കൂൾ ഉണ്ടായിരിക്കുന്നതല്ല. ഓക്കെ, അപ്പൊ ഞങ്ങളെല്ലാം കൂടി കൂക്ക് വിളിച്ചിട്ട് കൈയടിച്ച് കഴിഞ്ഞാൽ സന്തോഷം. സ്കൂളിലെ പിറ്റേന്ന് ആഗസ്റ്റ് 15 സ്കൂളിലാണ്. രാവിലെ ഹെഡ് മാസ്റ്റർ ശങ്കുണ്ണി മാഷി എൻ്റെ വീടിൻ്റെ നേരെ അടുത്ത് വന്നിട്ട് ഉപ്പനോട് ചോദിക്കും, അവിടെ ഇല്ലേ പയ്യെന്ന് ചോദിക്കും. ചെറിയ മോൻ അവിടെ ഇല്ലേ ഉണ്ടെന്ന് അറിയും. വന്നിട്ട് ചെറിയൊരു കമ്പ് വെട്ടിയിട്ട് സ്വാതന്ത്ര്യദിനത്തിന്റെ അന്ന് രാവിലെ കൊണ്ടുവന്ന് സ്കൂളിൽ വെച്ചിട്ട് പതാക കെട്ടി ജനലിന്റെ മുകളിൽ അവിടെ തൂക്കും. അപ്പൊ എന്നോട് പറയും, വൈകുന്നേരം ഞാൻ ഇവിടെ ഉണ്ടാവില്ല, 5 മണി കഴിഞ്ഞാൽ 5 മണി ആവുമ്പോൾ എടുത്ത് നീ സ്കൂളിന്റെ അകത്തേക്ക് വെക്കണം, ഉള്ളിൽ കിടണം, ജനലുകൾ കൂടിയാണ്. അതില്ലെങ്കിൽ പോലീസ് പിടിക്കും. 5 മണി കഴിഞ്ഞാൽ ഇത് കണ്ടാൽ പോലീസ് പിടിക്കും. ഇനിയും എന്നെയും പിടിച്ചുകൊണ്ടുവന്ന് അറിയും. അന്ന് ഞാൻ 4-ാം ക്ലാസ് പഠിക്കുക. അപ്പൊ പേടിച്ചിട്ട് ഉമ്മനോട് ചോദിക്കും, 4 മണിയായോ 4:30 5 മണിയായോ ചോദിക്കും. 5 മണിയാകുമ്പോൾ പെട്ടെന്ന് വരെ ഇത് കൈക്കേ സ്കൂളിൻ്റെ അകത്ത് കയറി ഒരൊറ്റ പോക്കും പോകും. അപ്പൊ അതാണ് അന്നത്തെ സ്വാതന്ത്ര്യം. പക്ഷെ ഇന്നത്തെ സ്വാതന്ത്ര്യം അതിന്റെ 100 മടങ്ങ് മാറിക്കൊണ്ട് വളരെയധികം വിപുലമായ പരിപാടികളോടെ നമ്മൾ സ്കൂളിലും മറ്റ് പ്രദേശങ്ങളിലും എല്ലാ സ്കൂളുകളും നടത്തപ്പെടുന്നതിന് നമ്മൾ സ്കൂൾ ഏറ്റവും വലിയ മികച്ച സ്വാതന്ത്ര്യദിന പരിപാടിയാക്കി ആയിക്കൊണ്ടാണ് ഇപ്പോൾ നടക്കുന്നത്. 1988 ഒക്ടോബർ 15-ാം തീയതി മാനേജരായ ശ്രീ മാധവൻ നമ്പീശൻ നിര്യാതനായി. തുടർന്ന് അദ്ദേഹത്തിന്റെ മക്കൾ മാനേജ്മെന്റ് ഏറ്റെടുത്തു. മാധവൻ നമ്പീശന്റെ മക്കളായ ശാന്തകുമാരി ബ്രാഹ്മണി അമ്മയാണ് ഇപ്പോഴത്തെ മാനേജർ. 1997 ഒരു പുതിയ ഡിവിഷൻ അനുവദിക്കുകയും
അതിൽ ഒരു അധ്യാപകനെ നിയമിക്കുകയും ചെയ്തു. അവിടെ ഒരു ചെറിയൊരു ഓലപ്പടിയായിരുന്നു. പിന്നെ അച്ഛനും ഒരു കേളുക്കുട്ടി മാഷും കൂടിയാണ് അതൊക്കെ ശരിയാക്കി. പിന്നെ അച്ഛൻ്റെ അനുജനായിരുന്നു. അനുജന് പട്ടാളത്ത് കിട്ടിയാലോ പിന്നെ അച്ഛൻ ഏൽപ്പിച്ച് കൊടുത്തു. പിന്നെയൊക്കെ അച്ഛൻ തന്നെയാണ് എല്ലാം നോക്കി നടന്നു. പിന്നെ സ്കൂളിന് വേണ്ട മരമൊക്കെ എല്ലാം വിഷ്ണു നമ്പൂരി ആണ് എല്ലാം തന്നത്. അതുകൊണ്ട് എല്ലാ ആൾക്കാരും അതൊക്കെ എങ്ങനെ ശരിയായി. പിന്നെ ഹെഡ് മാഷായിട്ട് അച്ഛൻ തന്നെ. അത് കഴിഞ്ഞ് പിന്നെ ശങ്കുണ്ണി മാഷ്, പിന്നെ അങ്ങനെ ഒക്കെ എല്ലാവരും അങ്ങനെ ഒക്കെ ഇതായി. അങ്ങനെ സ്കൂളിൽ ഇപ്പോൾ ഈ നിലയിൽ എത്തിച്ചു എല്ലാവരും കൂടി. പിന്നെ ഞങ്ങൾ അവിടെയൊക്കെ പഠിച്ചു. പിന്നെ ഹരിഹരേട്ടൻ്റെ അച്ഛനും അവിടെ മാഷായിരുന്നു. എല്ലാവരും അവിടെ തന്നെയായിരുന്നു. പിന്നെ ട്രെയിനിങ്ങിന് പോകേണ്ട ആൾക്കാരൊക്കെ അവിടെ വന്നിട്ടാണ് ട്രെയിനിങ്ങിന് പോവാറ്. അങ്ങനെ എത്രയോ ആൾക്കാർ അവിടെ നിന്നിട്ട് സ്കൂളിൽ നിന്ന് ഇങ്ങനെ ജോലിയൊക്കെ കിട്ടി പോയിട്ടുണ്ട്. അങ്ങനെ ഒരു സ്ഥാപനമാണ് അത്. അച്ഛൻ മരിച്ചതിന് ശേഷം പിന്നെ എൻ്റെ പേരിലേക്ക് ആക്കി. ഞങ്ങളെ മൂന്നാളെയും കൂടി പേരിലാണ്. 2.5 വരെ ഞാൻ അവിടെ പഠിച്ചിട്ടുണ്ട്. ഏട്ടൻ്റെ അച്ഛൻ അമ്മാവൻ എന്നെയൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് അവരെ മേശൻ്റെ അതിൻ്റെ അകത്ത് ബിസ്ക്കറ്റൊക്കെ ഞങ്ങൾക്ക് എല്ലാ കുട്ടികളെയും വെച്ച് ശർക്കരയും ഇതൊക്കെ അങ്ങനെയൊക്കെ തരാറുണ്ട്. അങ്ങനെയൊക്കെ അങ്ങനെ സുഖമായിട്ട്. പിന്നെ മാവിൻ്റെ തൈ കുഴിച്ചിടും, അത് കൊടുത്ത് ഇങ്ങനെ വലിയ മാവൊക്കെ ശരിയായി മാങ്ങയൊക്കെ പറിച്ച് ഞങ്ങൾ സ്കൂളിൽ നിന്ന് പോരുന്നതിൻ്റെ മുമ്പ് മാങ്ങയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പം മുറിച്ചു പോയി. ഗേറ്റിൻ്റെ അടുത്ത് വലിയൊരു മാവൊക്കെ ഉണ്ടായിരുന്നു. അന്ന് 5 വയസ്സെന്ന് പറഞ്ഞാൽ 6 വയസ്സൊക്കെ ആയി. ഞാൻ 5 വയസ്സിലേക്കും ചേർന്നത്. എൻ്റെ പെങ്ങളും ഞാനും കൂടി എപ്പോഴാണ് ചേർന്നത്. അതിനെക്കൊണ്ട് 5 വയസ്സായിരിക്കും. മാനേജർ മാധവൻ മാഷായിരുന്നു. അത് നല്ല മനസ്സിലായിരുന്നു. പിന്നെ ബാരര മാസ്റ്റർ എന്നെ പഠിപ്പിച്ച. പിന്നെ അതിനെക്കാട്ടിലൊക്കെ മെച്ചുള്ളത് പരിപാടിക്കാരൻ ഒരു കീള് മാസ്റ്റർ ഉണ്ടായിരുന്നു. അയാളായിരുന്നു വളരെ നല്ല മാസ്റ്ററായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാൻ അവിടെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയല്ല. ഞാൻ സ്കൂളിൽ പഠിച്ചിട്ടില്ല. കാരണം എൻ്റെ LP സ്കൂൾ കാലഘട്ടത്തിൽ ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല. അതിനുശേഷമാണ് ഞാനും കുടുംബവും സ്കൂളിന് തൊട്ടടുത്തേക്ക് ഒന്ന് താമസമാക്കിയത്. പള്ളിപ്പുറം സ്കൂളിൽ പഠിച്ച ഒരു കുട്ടിയേക്കാൾ അല്ലെങ്കിൽ ഒരു പൂർവ്വ വിദ്യാർത്ഥിയേക്കാൾ കൂടുതലായിട്ട് ആ സ്കൂളിനെ എനിക്കറിയാം. എൻ്റെ ചെറുപ്പകാലം മുഴുവനും ആ സ്കൂൾ മുറ്റത്താണ് കളിച്ചു വളർന്നത്. ആ സ്കൂളിലെ ക്ലാസ്സുകൾ പോലും പലപ്പോഴും ഓരോ അധ്യാപകൻ്റെയും ക്ലാസ്സുകൾ പോലും എൻ്റെ വീട്ടിലേക്ക് കൃത്യമായി കേൾക്കാൻ പറ്റുമായിരുന്നു. അത്രയും അടുപ്പം എനിക്ക് ആ സ്കൂളുമായിട്ടുണ്ട്. പഴയ കാലത്ത് ഗോപാലകൃഷ്ണൻ മാഷ്, അതുപോലെ ഉണ്ണി മാഷ്, രത്നമ്മ ടീച്ചർ തുടങ്ങിയ തച്ചമ്പൊയിലുള്ള ഇബ്രാഹിം മാസ്റ്റർ അറബിക്കിൻ്റെ അവരൊക്കെ ഉള്ള ആ പഴയ കാലഘട്ടത്തിലെ ആ സമയമാണ് എൻ്റെ കുട്ടിക്കാലം. അന്ന് സ്കൂളിന് ഡോറുകൾ വാതിലുകളൊന്നും ഉണ്ടായിരുന്നില്ല. ചുമരുകൾ പൂർണ്ണമായിട്ടുണ്ടായിരുന്നില്ല. കാരണം ഒരു ഹാഫ് ചുമരിലായിരുന്നു സ്കൂൾ ഉണ്ടായിരുന്നത്. 1998 സ്കൂൾ വൈദ്യുതീകരിച്ചു. 2001 അധ്യാപകർക്കായി സ്റ്റാഫ് റൂം പണി കഴിപ്പിച്ചു. വിജ്ഞാനത്തിന്റെ വിശാലമായ ലോകത്തേക്ക് ഒരു നാടിനെ കൈപ്പിടിച്ചുയർത്തിയ മഹത്തായ വിദ്യാലയം. അറിവിന്റെ അനന്തമായ ആകാശത്തിലേക്ക് പറന്നുയരാൻ കുരുന്നുകൾക്ക് ചിറകുകൾ നൽകിയ അറിവിന്റെ അക്ഷരമുറ്റം ഇന്ന് പഠനത്തോടൊപ്പം കലാകായിക രംഗത്തും ഏറെ മുന്നിൽ നിൽക്കുന്ന വിദ്യാലയങ്ങളിൽ ഒന്നായി ഇവിടം മാറിക്കഴിഞ്ഞു. പള്ളിപ്പുറം സ്കൂളിൽ എത്തിപ്പെട്ടപ്പോൾ അതെനിക്കൊരു അപരിചിതത്വമൊന്നും തോന്നിയില്ല. കാരണം എന്ന് വെച്ചാൽ ഇവിടെ വീട്ടിൽ അച്ഛൻ്റെ ജ്യേഷ്ഠൻ, ഞങ്ങളെല്ലാവരും ഒന്നിച്ചാണ് താമസം. സ്കൂളിൽ മാഷ് ഒന്ന് അച്ഛൻ്റെ ജ്യേഷ്ഠനാണ്, പിന്നെ ഒന്ന് അച്ഛൻ്റെ മരുമകനാണ്. 2 മരുമക്കൾ, ഗോപാലകൃഷ്ണൻ മാഷും ശങ്കുണ്ണി മാഷും. അവരാ 2 അച്ഛൻ്റെ മരുമക്കളാണ്. അപ്പം ബന്ധുക്കളുടെ ഇടയിലുള്ള ഒരു ജീവിതം തന്നെയായിരുന്നു സ്കൂളിൽ. അതിൻ്റെ പുറമെ മാനേജർ, അച്ഛൻ്റെ ജ്യേഷ്ഠൻ മാനേജർ ആയതുകൊണ്ട് അതിൻ്റെ ഒരു ക്രെഡിറ്റും കൂടി എനിക്ക് ഉണ്ടായിരുന്നു. പിന്നെ എന്നെ പഠിപ്പിച്ചിരുന്നത് രത്നമ്മ ടീച്ചറായിരുന്നു. മറ്റധ്യാപകർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഉണ്ണി മാഷായിരുന്നു, പിന്നെ ഒന്ന് കണാരൊട്ടി മാഷ്. സ്കൂളിൻ്റെ മുറ്റത്തൊരു ദീപത്തെങ്ങ് ഉണ്ടായിരുന്നു. അത് ഇളനീര് കുടിക്കാൻ വേണ്ടി മാത്രമാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. സ്കൂൾ വിട്ടതിന് ശേഷവും മുതിർന്നതിന് ശേഷവും പലപ്പോഴും സെക്കൻഡ് ഷോ സിനിമയ്ക്കൊക്കെ പോയി വരുന്ന സമയത്ത് രാത്രി അവിടെ എത്തി നിലത്ത് നിന്ന് തന്നെ എടുക്കാവുന്ന അത്ര ഉയരം മാത്രമേ ആ തെങ്ങിനുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ പിറ്റേന്ന് നോക്കുമ്പോൾ അതിൻ്റെ മുകളിൽ ഒന്നും ഉണ്ടാവില്ല. കാരണം എല്ലാം ഞങ്ങൾ തന്നെ തീർത്തിട്ടുണ്ടാവും. അങ്ങനത്തെ ഒരു പരിപാടി അന്ന് ഉണ്ടായിരുന്നു. അങ്ങനെ രസകരമായിട്ടുള്ള ജീവിതം ആയിരുന്നു അക്കാലത്ത് ഉണ്ടായിരുന്നത്. ഇന്നത്തെ കുട്ടികളൊന്നും അത്രയുള്ള ഒരു ഇത്
ആ ഒരു വിദ്യാഭ്യാസ കാലം അനുഭവിക്കുന്നുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പം ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ട് കുട്ടികൾ വാഹനങ്ങളിലേക്ക് എടുത്തു വെക്കുകയും തിരിച്ച് വാഹനങ്ങളിൽ നിന്ന് ഇറക്കി വെക്കുകയും ചെയ്യാന്നല്ലാതെ അവർക്ക് അതിനിടയ്ക്കുള്ളൊരു അനുഭവങ്ങളൊന്നും അവർക്കില്ല. അന്ന് കണാരൂട്ടി മാഷായിരുന്നു ഒന്നാം തരത്തിലെ മാഷ്. പിന്നെ രണ്ടാം തരത്തിൽ ഗോപാലകൃഷ്ണൻ മാഷ്, ശങ്കുണ്ണി മാഷ്, ഹെഡ് മാഷ് മാധവൻ നമ്പീശൻ മാഷായിരുന്നു. കുരിക്കൽ തുടയൽ എന്ന വീട്ടിൽ നിന്നാണ് ഞാൻ ആ വയൽ കടന്ന് ഇടവഴിയിൽ കൂടി റോഡ് കയറിയിട്ട്, പഴയ റോഡായിരുന്നു, ടാറൊന്നും ഇട്ടിട്ടില്ല, ഇരുവശങ്ങളിലും നല്ല ഓവുചാലുകളൊക്കെ ഉണ്ടായിരുന്നു ആ കാലത്ത്. രണ്ടാം തരം മുതൽ ഭയങ്കര കോമ്പറ്റീഷനൊക്കെ ആയിരുന്നു. മണിപ്രവാളം എല്ലാവരും പഠിക്കായിരുന്നു, അതിൻ്റെ കോമ്പറ്റീഷൻ നടത്താറുണ്ടായിരുന്നു. പിന്നെ മൂന്നാം തരമൊക്കെ ആകുമ്പോഴേക്ക് പിന്നെ നല്ലപോലെ വായിക്കാനും കാര്യങ്ങളൊക്കെ ഗ്രഹിക്കാനുള്ള കഴിവുണ്ടാവുമായിരുന്നു അക്കാലത്ത്. പിന്നെ ഞങ്ങൾ ഈ 4ാം ക്ലാസ്സിൽ എത്തുമ്പോൾ പാട്ടൊക്കെ പാടാൻ ഒരു താല്പര്യമുണ്ട്. അപ്പം ഇബ്രാഹിം എന്ന് പറഞ്ഞൊരു ചങ്ങാതി ഉണ്ട്, അവൻ വന്ന് പാടും അതിൻ്റെതായ രസത്തിലൂടി. അപ്പം ഞാനും ഇങ്ങനെ കുറച്ച് പാട്ടുകളൊക്കെ പാടും. അങ്ങനെ രസമായി പോയി 4ാം ക്ലാസ്സൊക്കെ. 1960-61 കാലഘട്ടത്തിലാണ് സ്കൂളിൽ ചെന്നത്. 1ാം ക്ലാസ്സിൽ ഉണ്ണിമാഷായിരുന്നു ക്ലാസ് ടീച്ചറായിട്ടുണ്ടായിരുന്നത്. പിന്നെ 2ാം ക്ലാസ്സിൽ കണാരട്ടി മാഷ്, 3ാം ക്ലാസ്സിൽ ഗോപാലകൃഷ്ണൻ മാഷ്, 4ാം ക്ലാസ്സിൽ രത്നമ്മ ടീച്ചർ. ഞാൻ 4 പേരെ പഠിപ്പിച്ചുള്ളൂ. എൻ്റെ സഹോദരി വിലാസിനി ഞങ്ങളെ ഒരുമിച്ച് ആ സ്കൂളിൽ പോവുക. 3ാം ക്ലാസ്, ഞാൻ 1ാം ക്ലാസ് പഠിക്കുമ്പോൾ 3ാം ക്ലാസ്സിൽ 4ാം ക്ലാസ്സിലൊക്കെ അവൾ പഠിക്കുന്നത്. അങ്ങനെ പോയി. പിന്നെ ചന്ദ്രയുണ്ട് താഴത്തെ, ചന്ദ്രൻ സുഹൃത്തുണ്ട്, ഒരു ശശിയുണ്ട്. ഇവരൊക്കെ ഒരുമിച്ച് സ്കൂൾ പഠിച്ചവർ തന്നെയാണ്, ശശിയും ചന്ദ്രനും ഒക്കെ. അവർക്കൊന്നും എന്താണ് അന്നത്തെ ഒരു പ്രത്യേക കാലഘട്ടം എന്നൊന്നും പറയാൻ പറ്റില്ല. അവർക്ക് എത്രമാത്രം അവരൊക്കെ കാര്യമായി ചെയ്തതിൻ്റെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ഇതിൽ കുറച്ച് കണിശക്കാരനായിട്ടുള്ള ഗോപാലകൃഷ്ണൻ മാഷ 3ാം ക്ലാസ്സിൽ. അയാളാണ് അടിയും, അടിക്കുകയൊക്കെ ചെയ്യാം, ബാക്കിയുള്ളവർ അടിച്ചില്ല എന്നല്ല. പക്ഷെ 4ാം ക്ലാസ് എത്തിയപ്പോൾ വളരെ ഹാരായി തോന്നി. കാരണം പാട്ടൊക്കെ പാടാൻ വലിയ ചാൻസൊക്കെ വന്നു. അന്നത്തെ പാട്ടൊക്കെ ഒന്ന് ഓർമ്മിക്കുന്നുണ്ട്. ഒരു 2 വരി പാടാൻ സാധിക്കും. ഇന്നെൻ്റെ കരളിലെ പൊന്നണി പാടത്തൊരു പൊന്നാരപ്പനന്തത്ത പറന്നു വന്നു, ഒരു പൊന്നാരപ്പനന്തത്ത പറന്നു വന്നു. ഈ സ്കൂളിൽ സേവനമനുഷ്ഠിച്ചു മരണപ്പെട്ടുപോയ എൻ മാധവൻ നമ്പീശൻ, കൃഷ്ണൻ പണിക്കർ, കണാരൊട്ടി നായർ, ഉണ്ണി മാസ്റ്റർ, ജാനകിയമ്മ, ശങ്കരൻ നമ്പീശൻ, ഗോപാലൻ നമ്പീശൻ, കുഞ്ഞിക്കണ്ണൻ നായർ, ശങ്കുണ്ണി നമ്പീശൻ തുടങ്ങി ശതാബ്ദിയുടെ നിറവിൽ നിൽക്കുന്ന വിദ്യാലയത്തിൻ്റെ മറ്റു സ്ഥാപകരെയും വളർച്ചയുടെ പാതയിൽ ഈ കാലം വരെ സ്ഥാപനത്തെ നയിക്കുന്നതിൽ പ്രവർത്തിച്ച എല്ലാ വ്യക്തികളെയും ഈ സ്കൂളിൽ നിന്ന് ആദ്യാക്ഷരം കുറിച്ച് ഇവിടെ ജീവിച്ചു മൺമറഞ്ഞു പോയ ഏവരെയും ഈ അവസരത്തിൽ സ്മരിക്കുന്നു. പതുമയ്ക്ക് ഓർമ്മയുണ്ടോ ഈ ശബ്ദം? നിന്റെ അടുക്കളയിൽ വന്നേന്ന പയറ് തിന്നുന്ന ഓർമ്മയുണ്ടോ? ആരെങ്കിലും വരുമ്പോ എനിക്ക് ഇറച്ചിയും പത്തിരിയും കൊടുത്തരുന്ന ഓർമ്മയുണ്ടോ? പതുമ, ഞാൻ അവിടുത്തെ രത്നമ്മ ടീച്ചറാ.
എൻ്റെ എത്രയും പ്രിയപ്പെട്ട പള്ളിപ്പുറത്തുകാർക്ക് എല്ലാവർക്കും ഈ തിരുവല്ലക്കാരി ടീച്ചറുടെ സ്നേഹം നിറഞ്ഞ നമസ്കാരം. ഞാൻ 1959 നവംബർ 5 പള്ളിപ്പുറത്ത് സ്കൂളിൽ മാധവൻ നമ്പീശൻ്റെ സ്കൂളിൽ ജോയിൻ ചെയ്തു. അത് കഴിഞ്ഞ് 30 വർഷത്തെ സർവീസിന് ശേഷം 1988 മാർച്ച് 31 അവിടെ നിന്ന് പിരിഞ്ഞു പോയെങ്കിലും എൻ്റെ സ്നേഹവും എല്ലാം 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 അവിടെ തന്നെയാണ്. എന്നെ സഹായിച്ച സാറുമാരുടെ കാര്യമൊന്നും ഞാൻ എടുത്തു പറയുന്നില്ല. മാധവൻ നമ്പീശൻ, ശങ്കരൻ നമ്പീശൻ, ഗോപാലകൃഷ്ണൻ നമ്പീശൻ, കണാരോട്ടി നായർ, ഉണ്ണി, ഇബ്രാഹിം കുട്ടി, കയൽ രത്നമ്മ എല്ലാവരും ഉണ്ട്. സുഹറ, ജാനി ടീച്ചർ, വല്ലതും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. എൻ്റെ എത്രയും പ്രിയപ്പെട്ട ദിലീപിൻ്റെ കാര്യം, എനിക്ക് ദിലീപ് കുമാറിൻ്റെ കാര്യം പറഞ്ഞാലും എനിക്ക് ഒടുങ്ങുന്നില്ല. എന്നോട് എൻ്റെ അമ്മ പറഞ്ഞതാ, ഹെഡ് മിസ്ട്രസിൻ്റെ ചാർജ് നീ എടുക്കണ്ട, വെക്കേഷനിൽ വരാനൊക്കത്തില്ല, അതുകൊണ്ട് എനിക്ക് നിന്നെ കാണണം, അതുകൊണ്ട് എടുക്കണ്ടെന്ന് പറഞ്ഞതാ. എന്നിട്ടും ഞാൻ പറഞ്ഞു എനിക്ക് പോകണം, എനിക്ക് പെൻഷനിൽ എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് കിട്ടുകയാണെങ്കിൽ അതല്ലേ അമ്മ അത്യാവശ്യം, എന്നും മനുഷ്യൻ ജീവിച്ചിരിക്കുകയല്ലോ, അതുകൊണ്ട് എനിക്ക് പോയേ ഒക്കത്തുള്ളെന്ന് പറഞ്ഞ് എൻ്റെ നിർബന്ധപ്രകാരം ഞാൻ പോയതാണ്. ഏത് വർഷമാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. ക്ലാസ് ഫിക്സേഷന് വന്നപ്പോൾ ഒരു ക്ലാസ് കുറഞ്ഞു പോയി. അപ്പോൾ എന്നെ താമരശ്ശേരി പിന്നെ ഇത് തന്നെയാ, സബ് ഡിസ്ട്രിക്റ്റ് തന്നെയാ, ചമ്മൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് വിട്ടു. അവിടെ പോയി കുറച്ച് കഷ്ടപ്പെട്ടു. അതിനുശേഷം വീണ്ടും സ്കൂളിൽ വന്ന് ജോയിൻ ചെയ്തു. അങ്ങനെയാണ് സ്കൂൾ ജീവിതം. പിന്നെ സാറുമാരെല്ലാം നല്ല ഐക്യത്തോടും സ്നേഹത്തോടും കൂടി കഴിയുകയായിരുന്നു. ഞങ്ങൾ ഇരിക്കുമ്പോൾ തന്നെയാണ് ഉണ്ണിമാഷ് എന്ന് പറഞ്ഞ സാറ് ഓഫീസിൽ വന്ന് ഒപ്പിടാൻ പെണ്ണെടുത്തപ്പോൾ മയങ്ങി വീണ് അതോടെ സ്കൂളിൽ നിന്ന് കിടന്ന് മരിച്ചു. അതൊരിക്കലും മറക്കാനാവാത്ത ഒരു ദുഃഖമാണ്. പള്ളിപ്പുറം നാട്ടുകാരോട് പറയാനുണ്ടെന്ന് പറഞ്ഞാൽ ഒത്തിരി 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 സ്നേഹം നിറഞ്ഞ വാക്കുകൾ പറയാനുണ്ട്. സ്കൂളിൻ്റെ തൊട്ട് മുമ്പിൽ അന്ന് ഞാൻ പോയി ചെല്ലുമ്പോൾ അവിടെ പിന്നെ ബാത്റൂം ഒന്നുമില്ല. മൂത്രം ഒഴിക്കാൻ ഞാൻ അവിടെ പോകുന്നത്. അവിടുത്തെ ഉമ്മയും മക്കളും ആര്യാരും എല്ലാവരും എന്നോട് വളരെ സ്നേഹമായിട്ടാണ് ഇപ്പോഴും. ദിലി വന്നാൽ ഉടനെ ഞാൻ ഐഷയുടെ കാര്യമാണ് ചോദിക്കുന്നത്. പിന്നെ ഹുസൈൻ മാഷ്, വീരാൻകുട്ടി മാഷ്, അങ്ങനെ എത്രയോ മാഷന്മാരെ അങ്ങനെ അവിടെ കടന്നുപോയി, കണ്ടു, സ്നേഹിച്ചു. 100-ാം വർഷം ആഘോഷിക്കുന്ന പള്ളിപ്പുറം LP സ്കൂളിലെ എല്ലാ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും നാട്ടുകാർക്കും എല്ലാവർക്കും എൻ്റെ അകം നിറഞ്ഞ പ്രാർത്ഥന എപ്പോഴും ഉണ്ടായിരിക്കുന്നതാണ്. എപ്പോഴും ഉണ്ടായിരിക്കുന്നതാണ്. എൻ്റെ കുഞ്ഞുങ്ങൾ ഇത്രയും ദൂരം ഞാനിവിടെ ഇരുന്നിട്ടും അവരെൻ്റെ പടം എടുക്കാനായിട്ട് കോഴിക്കോട് നിന്ന് കഷ്ടപ്പെട്ട് വഴി പോലും അറിയാതെ തെറ്റിച്ചു വന്ന് എന്നെ വന്ന് കണ്ട പിള്ളേരെ ഞാൻ എന്താ അവരോട് പറയേണ്ടത്, എന്താ അവർക്ക് ഞാൻ കൊടുക്കേണ്ടത്, എന്തുവാ ചെയ്യേണ്ടതെന്ന് എനിക്കറിയത്തില്ല. അവർക്ക് വേണ്ടിയിട്ട് അവർക്കും അവരുടെ കുടുംബത്തിനും വേണ്ടിയിട്ട് എൻ്റെ പ്രാർത്ഥന എപ്പോഴും ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ അവരും എന്നെ ഹൃദയത്തിൻ്റെ ഒരു കോണിൽ ഈ മുതുവലിയമ്മയെ കൂടെ സൂക്ഷിച്ചോട്ടെ. ഇനിയും 100,000 ശതപൂർണിമകൾ ഇവിടെ പിറക്കട്ടെ. അറിവിൻ്റെ അഭ്യാക്ഷരങ്ങൾ പെയ്തിറങ്ങട്ടെ.